നീ ഉപേക്ഷിച്ചതായി ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ചു നിർഗളിൽ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേൾക്കണമേ. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിസിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസിയോ കുടുംബങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസിയോ ടീം നയിക്കുന്ന എല്ലാ കോഴ്സുകളെയും ജീവക്കാരുടെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേടുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ, പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേകും നവജനമായി നാം മാറും. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം. സ്നേഹപിതാവായ നല്ല ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുനാഥനിലൂടെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം ഞങ്ങളുടെ കടമയാണ് എന്ന ബോധ്യത്തോടെ വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ലോക സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി മിസിയോ ടീം നയിക്കുന്ന 14-ാം ബാച്ചിലെ 9-ാമത്തെ സെഷനിലെ 7-ാമത്തെ നിത്യസത്യമായ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ഓരോ അംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് പ്രാർത്ഥനാപൂർവം ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന
ഏവരെയും അങ്ങയുടെ ചൈതന്യവും കൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, മിസ്സിയോ ടീമിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഭിവന്ദ്യ ജോയി ആലപ്പാട്ട് പിതാവിനെ അങ്ങേ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ എല്ലാ ശുശ്രൂഷാ മേഖലകളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതം തന്നെ സുവിശേഷമായും സുവിശേഷമേകിയും ഞങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കുന്ന ആലീസുകുട്ടി ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മുന്നോട്ട് നയിക്കുവാൻ ശക്തിയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അതുപോലെ പ്രിയപ്പെട്ട ടോമിച്ചൻ ചേട്ടനെയും ഫാമിലിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ മിസ്സിയോ ടീമിലെ റിസോഴ്സ് ടീം അംഗങ്ങളെയും എല്ലാ മെൻഡേഴ്സിനെയും മറ്റു ശുശ്രൂഷകരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷനിൽ കാലാവസ്ഥ അനുകൂലമാക്കി തരണമേ നാഥ. ഈശോയെ, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം എല്ലാം ദൂരീകരിച്ച് തരണമേ. യേശുനാഥ, ഇന്നത്തെ സെഷനിൽ ഞങ്ങളുടെ കടമ എന്തെന്ന് തിരിച്ചറിയാൻ തക്ക വിധം ഇന്ന് ഞങ്ങളോട് വചനം പ്രഘോഷിക്കുന്ന ഷൈനി അലക്സി ചേച്ചിയെയും സാക്ഷ്യം നൽകുന്ന തോമസ് ചേട്ടനെയും അതുപോലെ സ്ലൈഡ് പ്രസന്റേഷൻ നിയന്ത്രിക്കുന്ന ഡോക്ടർ കർമ്മലി ചേച്ചിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏവരെയും പരിശുദ്ധാത്മാവിൽ നിറവിലായിരുന്നു കൊണ്ട് ഞങ്ങളോട് സംസാരിക്കുവാനും സുവിശേഷം പ്രഘോഷണം എന്ന കടമ ഏറ്റെടുത്ത് നിർവഹിക്കാനും തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാനും പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ ജപമാല സമർപ്പണത്തിലൂടെ അമ്മയുടെ ചാരയെ നിർത്തിയ ഗ്രേസി കൊച്ചപ്പൻ ചേച്ചിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷനിൽ MCI ശുശ്രൂഷ ചെയ്യുന്ന തോമസ് കുട്ടി സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ ഇന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ആശീർവാദത്തിനായി കടന്നു വരികയും ചെയ്ത ഫാദർ ഫ്രാൻസിസ് ഇലവന്തുങ്കൽ അച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഭാഗമാകാൻ സാധിച്ച എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും യാചനകളും അമ്മയെ മാതാവേ, പരിശുദ്ധ അമ്മയെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് ലീഹയുടെ സുവിശേഷം 16 അധ്യായം 15 വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷകനാഥനുമായ മിശിഹാനാഥൻ നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിനായി രൂപം കൊണ്ട മിസ്സിയോ കുടുംബത്തിന്റെ മിസ്സിയോ പ്രിലിംസിന്റെ 14ാമത്തെ ബാച്ചിന്റെ 8ാമത്തെ സെഷനിലേക്ക് നാം ആയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ നമ്മളെ നിറച്ച ഗ്രേസി കൊച്ചാപ്പൻ ചേച്ചിയെയും കുടുംബത്തെയും ഏറെ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടും കൂടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥനയാലും വചനത്താലും മനോഹരമായ സംഗീതത്താലും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനും അവിടുത്തെ സാന്നിധ്യത്തിൽ ഈ ഒരു ഓൺലൈൻ കൂട്ടായ്മയെ മൊത്തം മാറ്റിയെടുത്ത രഞ്ജിത്ത് ഏട്ടനെയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ നമ്മുടെ മിസ്സിയോ കുടുംബത്തിന്റെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ പിതാവുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ഓൺലൈൻ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിസ്സിയോ കുടുംബത്തിന്റെ നെടുന്തൂണും പുഞ്ചിരി കൊണ്ടും സ്നേഹമുള്ള ലളിതമായ വാക്കുകൾ കൊണ്ടും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രൊഫസർ CC ആലീസ് കുട്ടി ആന്റിയോടുകൂടെ നമ്മുടെ കൂട്ടായ്മയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെയും നട്ടലായി ആന്റിയെ സപ്പോർട്ട് ചെയ്ത് കൂടെയുള്ള എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും ടീം മെമ്പേഴ്സിനെയും എല്ലാ മെന്റേഴ്സിനെയും മറ്റെല്ലാ ശുശ്രൂഷകരെയും ദൈവനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും കുറച്ച് ആഴ്ചകളായി നാം കണ്ട് പഠിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു 7 നിത്യസത്യങ്ങളെ കുറിച്ച്. നമ്മെ അനന്തമായി യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നമ്മുടെ ഒരു കുറവുകളും പരിഗണിക്കാതെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ ദൈവത്തെ നാം കണ്ടുമുട്ടി. നമ്മുടെ പാപങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് യേശു മാത്രമാണ് ഏക സത്യ രക്ഷകനെന്ന് നാം തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി നാം അത് ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്
കൂട്ടായ്മയുടെ ചൈതന്യത്തിലായിരിക്കുന്ന നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ കൂട്ടായ്മയിൽ നാം ആയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്, ഇന്ന് നാം കടന്നു പോകുന്നത് കൂട്ടായ്മയെക്കുറിച്ചുള്ള സന്ദേശങ്ങളെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, അതിനായി പ്രഘോഷണത്തിനായി ഷൈനി ചേച്ചിയെ ഞാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എന്നാ ഷൈനി ചേച്ചി ഉണ്ടാതിരിക്കുന്നത്? തുടങ്ങിക്കൂടെ? അൺമ്യൂട്ട് ചെയ്യേ, അൺമ്യൂട്ട് ചെയ്യേ. തുടങ്ങിക്കോ. ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു തോമസ് കുട്ടി. ഇന്ന് തോമസ് കുട്ടി പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ വിഷയം സുവിശേഷ പ്രഘോഷണം എന്നുള്ളതാണ്. ഞാൻ ഓർക്കുമായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ PG വർഗീസ് എന്ന ഒരു ആളുടെ ഓട്ടോബയോഗ്രഫി വായിക്കാനിടയായി. അദ്ദേഹം എഴുതിയിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം അത് എഴുതുന്നതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തര ഭാരതത്തിലെ വാരണസി എന്ന സ്ഥലത്ത് ഗംഗയുടെ തീരത്ത് അദ്ദേഹം നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കണ്ടു ഒരു യങ് കപ്പിൾ, ഒരു യുവ ദമ്പതികള് ഗംഗയുടെ തീരത്തുണ്ട്. ഒരു കുഞ്ഞുവാവയും കയ്യിലുണ്ട്. ഈ കുഞ്ഞുവാവേനെ അപ്പനും അമ്മയും നോക്കുന്നു, കരയുന്നു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ കുറച്ചു നേരം, ഒരു 4-5 മിനിറ്റ് അമ്മയും അപ്പനും കൂടെ കൊച്ചിനെ ഇങ്ങനെ കരയുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്ന. അയാള് PG വർഗീസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ നോക്കി നിൽക്കെ ഇവര് കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഈ കുഞ്ഞു കൊച്ചിനെ, ഒരു 2-3 മാസമായ കൊച്ചായിരിക്കാം, ഈ കുഞ്ഞു കൊച്ചിനെ ഇവര് ആ ഗംഗാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. PG വർഗീസ് ഇത് കണ്ട് ഓടി അങ്ങ് ചെന്നപ്പോഴത്തേനും കൊച്ചങ്ങ് ഒഴുകി അങ്ങ് പോയി. PG വർഗീസ് ഈ യുവ ദമ്പതികളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങൾ എന്താ ചെയ്തത്? കൊച്ചിനെ വെള്ളത്തിലേക്ക്, നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്താന്ന് ചോദിച്ചു. അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താ വട്ടാണെന്നാണോ വിചാരിച്ചത്? ഞങ്ങൾ അത്രയും ക്രൂരരായ മാതാപിതാക്കളാണെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നിവർത്തികേട് കൊണ്ടാണ് ഞങ്ങള് കൊച്ചിനെ നദിയിലേക്ക് ഒഴുക്കിയത്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങള് 5-8 വർഷം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കൊച്ചാണിത്. പക്ഷേ ഞങ്ങളുടെ വീട്ടില് കുറെ രോഗങ്ങളും ദുരിതങ്ങളും ശാപവും ഒക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം. അപ്പൊ ഞങ്ങളുടെ പണ്ഡിറ്റ് ജി, പൂജാരി പറഞ്ഞു, ഈ കൊച്ചിനെ ബലി കഴിക്കാതെ ഈ കുടുംബത്തിന് ശാപമോക്ഷം ഉണ്ടാവുകയില്ലെന്ന്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ലാണ്ട് ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ മൊത്തം വലിയ കുടുംബത്തിലെ ശാപമോക്ഷത്തിനായിട്ട് ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല. എല്ലാവരും ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ ബലി കഴിച്ചതെന്ന് പറഞ്ഞ് അവര് പൊട്ടിക്കരഞ്ഞു. അപ്പം ഈ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ PG വർഗീസ് പറഞ്ഞു, അവരോട് പങ്കുവച്ചു, 2000 വർഷം മുമ്പ് ഈശോ നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് രക്ഷ നമുക്ക് സ്വന്തമാക്കി തന്ന വിവരം. PG വർഗീസ് പറഞ്ഞു, ഞങ്ങള് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഈ ലോകം മുഴുവനും വേണ്ടിയാണ് ഈശോ ബലിയായി തീർന്നത്, ഉത്ഥാനം ചെയ്തത്, രക്ഷ നേടിത്തന്നത്. നമ്മൾ 1 യോഹന്നാൻ 2:2 കാണുന്നു, അവൻ നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ഈ സത്യം അവരോട് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, ഈശോ എല്ലാവർക്കും വേണ്ടിയാ, ഞങ്ങൾക്കും കൂടെ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര പൈസ തരണം? എന്ത് പൂജയാ ചെയ്യേണ്ടത്? ആ രക്ഷ ഞങ്ങൾക്ക് സ്വന്തമാവാന്ന് ചോദിച്ചു. അപ്പോഴ് PG വർഗീസ് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഈശോയെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു, വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് പറഞ്ഞു, ഇത്രയും ചെയ്താൽ മതിയോ? ഞങ്ങൾക്ക് രക്ഷ സ്വന്തമാണോ? അപ്പൊ PG വർഗീസ് പറഞ്ഞു, അതെ, ഇത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവര് PG വർഗീസിനോട് ചോദിച്ചു, ഈ സത്യം, ഈ സദ്വാർത്ത, ഈ സുവിശേഷം
ഈ സത്യം ഞങ്ങളോട് ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് പറയായിരുന്നില്ലേ? ഞങ്ങളുടെ കൊച്ചു രക്ഷപ്പെട്ടേനിയില്ലേ? ഞങ്ങൾക്ക് കൊച്ചിനെ ബലി കഴിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ? ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇതൊരു 5 മിനിറ്റ് മുമ്പ് ഞങ്ങളോട് പറയായിരുന്നില്ലേ? The need and urgency of evangelization. സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത്യാവശ്യകത, അതിന്റെ ഏർജൻസി എപ്പോഴാണ് ഈശോ നമ്മൾ കേട്ടു മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ കേട്ടു, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈശോയുടെ മഹാകൽപ്പനയാണ്, ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് ഓഫ് ജീസസ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇഫ് നോട്ട് മീ ദെൻ ഹൂ? ഈശോ തന്ന ഈ ഒരു കൽപ്പന ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷ പ്രഘോഷണമാണ്. നമ്മൾ ഓരോരുത്തരും സഭാ മക്കളായിരിക്കുമ്പോൾ മാമോദീസ വെള്ളം തലയിൽ വീണ നമ്മൾ ഓരോരുത്തരും മിഷണറിമാരാണ്. ബാപ്റ്റൈസ്ഡ് ആൻഡ് സെന്റ്. മാമോദീസ മുങ്ങി നമ്മൾ അയക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ്. ഈ നമ്മൾ അയക്കപ്പെട്ടവരാണെന്നുള്ളൊരു അവബോധം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടേ? ഇന്ന് നമുക്ക് ഈ ഒരു അവബോധം നമുക്ക് കിട്ടിയാല് ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണോ? മാമോദീസ വെള്ളം തലയിൽ വീണ ഓരോരുത്തരും മിഷണറിമാരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒക്കെ കുഞ്ഞുമക്കളും നമുക്ക് ഒരു പ്രായമായിട്ട് അവരറിഞ്ഞാൽ മതിയോ? ഞങ്ങള് 23 കൊല്ലമായിട്ട് സാന്ത്വന കമ്മ്യൂണിറ്റിയില് ഫുൾ ടൈം മിഷണറീസ് ആണ്. ഫാദർ ധീരജ് സാബു IMS ഡയറക്ടർ ആയിരിക്കുന്ന സാന്ത്വന കമ്മ്യൂണിറ്റിയിൽ ഫുൾ ടൈം മിഷണറീസ് ആണ് കഴിഞ്ഞ 23 കൊല്ലമായിട്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ്. ഞങ്ങള് ഈ ഒരു ജീസസ് യൂത്ത് മൂവ്മെന്റിലൂടെ ഈശോയെ കുറിച്ച് അറിഞ്ഞു, അനുഭവിച്ചു. ഈ ഒരു കംഫർട്ട് സോൺ ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ലോകം മുഴുവൻ പങ്കുവെക്കേണ്ടതാണെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഞങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ അവിടുത്തെ പള്ളികള്, റിട്രീറ്റ് സെന്റേഴ്സ്, ക്രിസ്ത്യാനികള് എന്തൊരു സമൃദ്ധി. ഞാൻ ഓർക്കുമായിരുന്നു, ഇതുപോലെ കെറിഗ്മ കോഴ്സ് പോലെ ഇവിടെ ഞങ്ങള് സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവാഞ്ചലൈസേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഒരിക്കല് യൂത്തിന് വേണ്ടി നടത്തിയപ്പോൾ അവരിതുപോലെ 2 പേരായിട്ട് വില്ലേജസിലേക്ക് വിട്ടു കെറിഗ്മ ഷെയർ ചെയ്യാനായിട്ട്. അവിടെ ചെന്നപ്പം ഒരു യുവാവ് സൈക്കിൾ റിക്ഷ, ഇവിടെ സൈക്കിൾ റിക്ഷയൊക്കെയാണുള്ളത്. റിക്ഷ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് റിക്ഷ. സൈക്കിൾ റിക്ഷയിൽ കയറി ആ സൈക്കിൾ റിക്ഷയിലെ ഡ്രൈവറോട് പറഞ്ഞു, എന്താണ് അയാളോട് ബിഫ്രണ്ടിങ് ആദ്യം സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് ഈശോയെ കുറിച്ച് അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈശോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ പേഴ്സ് മസിക്ക് ബാരമി സുനാഹിക്ക എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, അങ്ങനെ ഒരാള് ഇവിടെ എവിടെയും താമസിക്കുന്നില്ലെന്ന്. അതായത് ഈശോ എന്നുള്ള ഒരു പേര് പോലും, യേശു എന്നൊരു പേര് പോലും ഈ ഉത്തരവാദത്തില് കേൾക്കാത്ത ജനകോടികള്. അപ്പൊ ഇവരോടൊക്കെ സുവിശേഷം പറയാനായിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ആരാ? റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, പ്രസംഗകനില്ലാതെ അവരെങ്ങനെ കേൾക്കും? അയക്കപ്പെടാതെ അവരെങ്ങനെ പ്രസംഗിക്കും? അപ്പൊ പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? നമ്മൾ ആരും പോയില്ലെങ്കിൽ, നമ്മൾ ആരും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ then ആര് പോവും? ഈ എന്താ പറയാ, ഈ ഒരു സുവിശേഷത്തിന്റെ സന്തോഷം, ഇവാഞ്ചലി ഗോഡിയം, അതില് നമ്മള് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് സുവിശേഷത്തിന്റെ ആനന്ദം. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആ ഒരു സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ 1 Corinthians 9:16
പറയുന്നു. കൊറിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തില് 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം. എന്റെ ജീവിതത്തില് എന്റെ കുടുംബത്തില്, എന്റെ കമ്മ്യൂണിറ്റിയില്, എന്റെ ഇടവകയില്, എന്റെ രൂപതയില്, ഞാനായിരിക്കുന്ന ഈ സമൂഹത്തില്, ഈ ലോകത്ത് ദുരിതമുണ്ടെങ്കിൽ അത് ഞാൻ സുവിശേഷം ആവാത്തത് കൊണ്ടും ഈ സുവിശേഷമായി ഞാൻ സുവിശേഷം പങ്കുവയ്ക്കാത്തത് കൊണ്ടും പ്രഘോഷിക്കപ്പെടാത്തത് കൊണ്ടും അല്ലേ? അപ്പൊ നമ്മളുടെ കടമ എത്ര വലുതാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇതിൽ നിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങള് ഒരിക്കല് ഇവിടെ ഞങ്ങള് ഒരു സാന്ത്വന സഹാറ എന്നുള്ള ഇതില് ഒരു മിഷൻ, എഡ്യൂക്കേഷൻ മിഷൻ ഉണ്ട്. അവിടെ 525 പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കല് അവര് പാവപ്പെട്ടവരാണ്, അവര് ഡിസേർവിംഗ് ആണെന്ന് അറിയാനായിട്ട് ഓരോ സെന്റർ തുടങ്ങുമ്പോഴും, ഞങ്ങള് വില്ലേജിലാണ് സെന്റേഴ്സ് 15 കുട്ടി. ഒരിക്കലും ഞങ്ങള് പാരന്റ്സിനെ വിളിച്ചു. ഓരോ പ്രാവശ്യം അങ്ങനെയാണ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പാരന്റ്സിനെ വിളിച്ചപ്പം ഞാൻ ആദ്യം അവരെ കാണും, പാരന്റ്സിനോട് സംസാരിക്കും. അതില് ഭിക്ഷക്കാരന്റെ മക്കളുണ്ട്, റാക്ക് പിക്കേഴ്സ്, പാർക്കി കുട്ടികളുണ്ട്, ലേബേഴ്സിന്റെ മക്കളുണ്ട്, അങ്ങനെ. അപ്പൊ അവരെ പോയി കണ്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഓരോ സെന്റർ തുടങ്ങുക. അപ്പൊ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ, ഈ ഒരു ഗ്രൂപ്പിനെ കാണാനായിട്ട് അവിടെ ചെന്നപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം ഒരു അമ്മ എന്നോട് ചോദിച്ചു, ആ ഇസായി ഹേക്ക, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പരിശുദ്ധാത്മാവാണല്ലോ പ്രിൻസിപ്പൽ ഏജന്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. ഈ സുവിശേഷവൽക്കരണത്തിന്റെ മുഖ്യ കാർമ്മികൻ പരിശുദ്ധാത്മാവാണല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ സുവിശേഷമാക്കി മാറ്റണമേ, സുവിശേഷം പങ്കുവെക്കാനുള്ള വാതിലുകൾ അങ്ങ് തുറക്കണേ എന്നും പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ ഞാൻ എന്താ ജോലി, എന്ത് ചെയ്യുന്നു എന്ന് സാധാരണ സംസാരിക്കുക. അപ്പൊ ഒരു അമ്മ ചോദിച്ചു, ആ പിസായി ഹേക്ക? ഞാൻ പറഞ്ഞു അതെ. എങ്ങനെ മനസ്സിലായി? അപ്പൊ അവര് പറഞ്ഞു, സംസാരം കണ്ടും ഭാവം കണ്ടും സന്തോഷം കണ്ടും മനസ്സിലായി നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന്. അപ്പൊ എനിക്കതൊരു വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെയാ ഈസായി ക്രിസ്ത്യാനികൾ അറിയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഈശോയെ അറിയോന്ന് ചോദിച്ചു. അപ്പൊ അവരോട് അറിയാം, ഞങ്ങളുടെ അവിടെ ഇതുപോലെ പെന്തക്കോസ്തുകാർ വന്നിരുന്നു രാജസ്ഥാനില്. അവര് രാജസ്ഥാനിയാ, ഇവിടെ ഡൽഹിയിൽ ഇപ്പൊ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ വന്ന് എന്റെ അമ്മായിയമ്മയ്ക്ക് അസുഖമായിരുന്നു, അവര് വന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. അങ്ങനെ എനിക്ക് ഈശോയെ അറിയാം. അപ്പൊ ഞാനും ഈശോയെ കുറിച്ചും കരിഗ്മിയൊക്കെ അവിടെ എനിക്ക് പങ്കുവയ്ക്കാൻ വാതിൽ തുറന്നു വന്നു. ഇതുപോലെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സുവിശേഷമാവാനായിട്ട് ധാരാളം അവസരങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ സുവിശേഷമാവുക എന്നുള്ളതാണ്. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു, യു ആർ ദ മിഷൻ, നിങ്ങളാണ് മിഷൻ. സുവിശേഷം അതുപോലെ അപ്പോസ്തലൻ പറയുന്ന പോലെ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽഡ് മീ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഈ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ അങ്ങ് തിളച്ചു നിൽക്കുക. അപ്പൊ എനിക്ക് എ മാൻ ഓൺ ഫയർ കനോട്ട് സിറ്റ് ഓൺ എ ചെയർ, നമ്മൾ മൂട്ടിൽ തീ പിടിച്ച മാതിരി നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നുണ്ട്, നമ്മള് ഇപ്പം MC-യും പ്രാർത്ഥിച്ചവരൊക്കെ പറഞ്ഞ മതി, ആലിസൂട്ടി ചേച്ചി 81 വയസ്സായി ആവുന്നു. അപ്പോ ചേച്ചി ഇപ്പോഴും ഈ ഒരു മൂട്ടി തീ പിടിച്ച മാതിരി ഈ ഓടി നടക്കുന്നത്, ഇത്രയും മിഷണറിമാരെ ഇപ്പോഴും ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ കമ്പൽ ചെയ്യുന്നു. ഇതാണ് ചേച്ചി എന്ന് പറയുന്നത്. നമ്മളെ ഓരോരുത്തരിലും ആളിക്കത്തേണ്ട തീ ഇതല്ലേ? ഞാനല്ലെങ്കിൽ പിന്നെ ആരാ? ഇഫ് നോട്ട് മീ then who? ഇഫ് നോട്ട് നൗ then when? ഞാനല്ലെങ്കിൽ പിന്നെ ആര്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ? ഈ ഒരു ചോദ്യം നമ്മളെ ഓരോരുത്തരെയും ഓർക്കാൻ കെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ധാരാളം അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു സുവിശേഷം പ്രഘോഷിക്കുന്നതിന്റെ ആവശ്യകത, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ദൗത്യമാണോ, ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണോ, അതോ ഏക ദൗത്യമാണോ? സഭ അതിനാൽ തന്നെ പ്രേക്ഷിതയായതുകൊണ്ട് തന്നെ സഭയുടെ ഏക ദൗത്യം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോ
നമ്മൾ ഓരോരുത്തരും ആണല്ലോ സഭ. അപ്പൊ നമ്മളുടെയും ഏക ദൗത്യം സുവിശേഷം ആവുക, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാ. ആദ്യം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആദ്യം നമുക്ക് സുവിശേഷം ആവാം, നമുക്ക് തന്നെ സുവിശേഷമാകാം, സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലും മിസിയോ പ്രോഗ്രാംസിലും ഒക്കെ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുമ്പോൾ തന്നെ സുവിശേഷ പ്രഘോഷണത്തിൽ മറ്റുള്ള മേഖലകളിലെല്ലാം മറ്റുള്ളവരെ അറിയിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സുവിശേഷത്തിലെ പങ്കാളികളാവുന്നു, സുവിശേഷം പങ്കുവയ്ക്കുന്നു. സുവിശേഷത്തിന്റെ എല്ലാ തരത്തിലും പ്രാർത്ഥിച്ചും, വിശുദ്ധ കൊച്ചുത്രേസ്യ മിഷണറിമാരുടെ മധ്യസ്ഥയായ പോലെ മധ്യസ്ഥം പ്രാർത്ഥിച്ചും നമ്മുടെ ദശാംശം പങ്കുവച്ചും എല്ലാം നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുവരാവാം. അതിന്റെ 100% നത്തിങ് ലെസ്, നത്തിങ് മോർ, നത്തിങ് എൽസ്. നമ്മൾ സുവിശേഷമായി സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള ആ തീ നമ്മുടെ ഉള്ളിൽ കത്തട്ടെ, നമ്മളെ ഉറക്കം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ഷൈനി ചേച്ചി. നമ്മൾ ആദ്യം സുവിശേഷം പ്രഘോഷിക്കാനായി നമ്മൾ ആദ്യം ഒരു സുവിശേഷമാകണമെന്ന് നമുക്ക് ഷൈനി ചേച്ചി പറഞ്ഞു തന്നു. ഷൈനി ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് കർത്താവിന്റെ ആ സുവിശേഷമാകാം, അങ്ങനെ കർത്താവിന്റെ മുഖമാകാം. അങ്ങനെ നമുക്കും ഈ ലോക സുവിശേഷവൽക്കരണത്തിനായി നമ്മെ തന്നെ, അതാണ് നമ്മുടെ ഏക ദൗത്യം എന്ന് നമ്മൾ തിരിച്ചറിയാം. ഷൈനി ചേച്ചി ഒരുപാട് പ്രാർത്ഥനയോടെ ഓർക്കുന്നു. അടുത്തതായി ടെസ്റ്റ് മണി ഷെയറിങ്ങിനായി തോമസ് ഏട്ടനെ വിളിക്കും. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് തോമസ് പുളിക്കൽ. വയനാട് ജില്ലയില് പെരിക്കല്ലൂര് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ഇടവകാംഗമാണ്. തോമസേട്ടാ മൊബൈൽ തിരിച്ചു വെച്ചോ. ഓക്കെ, പറഞ്ഞു. എനിക്ക് ഭാര്യയും 2 ആൺമക്കളും 2 പെൺമക്കളുമാണ്. കൂടാതെ 11 പേരക്കുട്ടികളും. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ ബാല്യകാലം ഏറെ ദുരിതപൂർണമായിരുന്നു. ബാല്യത്തിൽ തന്നെ അതികഠിനമായ അധ്വാനവും സാമ്പത്തിക പ്രതിസന്ധികളും മാത്രമല്ല, മാതാപിതാക്കളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന അതികഠിനമായ ശിക്ഷണങ്ങളും ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും പലപ്പോഴും ഏൽക്കേണ്ടി വന്ന കഠിന ശിക്ഷകളും, അതേപോലെ പലരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന നിരവധിയായ തിരസ്കരണങ്ങളും തുടങ്ങി നിരവധി സഹനങ്ങൾ കൊണ്ട് ഏറെ മുറിപ്പെട്ട ഒരു മനസ്സുമായിട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം വളർന്നു വന്നത്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഏറെ കൊതിച്ചിരുന്നുവെങ്കിലും അതൊക്കെയും എൻ്റെ കുട്ടിക്കാലത്തിൽ കിട്ടാക്കനികളായിരുന്നു. സഫലീകരിക്കാൻ കഴിയാത്ത ഒരുപാട് നഷ്ടസ്വപ്നങ്ങളും നിരാശാവാദവുമായി ജീവിതം ഞാനിങ്ങനെ തള്ളി നിൽക്കുകയായിരുന്നു. ഒരുവിധം എൻ്റെ ഹൈസ്കൂൾ ജീവിതം പൂർത്തിയാക്കിയതോടുകൂടി കാർഷിക വൃത്തിയോടൊപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട്സും അതോടൊപ്പം തന്നെ ഒരു പുകയില കച്ചവടവും ഒക്കെ ആരംഭിച്ചു. അതോടുകൂടിയിട്ട് എൻ്റെ സാമ്പത്തിക മേഖല അത്യാവശ്യം ദോഷമില്ലാത്ത രീതിയിലേക്ക് ഉയർന്നു. അങ്ങനെ നഷ്ടസ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണത്തിനായി തുടർന്ന് അങ്ങോട്ട് ജീവിതം ഞാൻ കരുപിടിപ്പിക്കുവാൻ ആരംഭിച്ചു. ഇനി സമാധാനമായിട്ട് ജീവിതം മനോഹരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് സ്വപ്നം കണ്ട് ഞാൻ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തില് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില തകർച്ചകളും ചിലരുടെ ചതിപ്രയോഗങ്ങളും ചില തെറ്റിദ്ധാരണകളും ഒക്കെ കാരണം എൻ്റെ ജീവിതത്തില് വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമുണ്ടായി. ഞാൻ ആഗ്രഹിച്ചതും ഞാൻ നേടിയതും നേടാൻ കൊതിച്ചതും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നു. അതോടൊപ്പം മനസ്സിനെ, എൻ്റെ ഈ ഒരു ആത്മഹത്യാ ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ വരിഞ്ഞു മുറുക്കി. ഇനി ജീവിതം എന്നതിനേക്കാൾ മരണമാണ് ഭേദം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ചിന്തകൾ കടന്നുപോയി. അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോൾ
ഒരു ദൈവദൂതനെ പോലെ ഒരു സഹോദരിയുടെ മുൻപിൽ ഞാൻ പെടുവാനിടയായി. എന്റെ ഹൃദയ നൊമ്പരങ്ങൾ അവരുമായിട്ട് ഞാൻ പങ്കുവെച്ചു. ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലനയാല് അവർ എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചു. എന്നാൽ അത്തരം കാര്യങ്ങളോട് എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ശാസ്ത്ര ചിന്തകളോടും ലോകത്തിന്റെ വിജ്ഞാനഗതികളോടും ഒപ്പമായിരുന്നു എൻ്റെ ചിന്താഗതികൾ. അതിനാൽ തന്നെ അവിടെ നടക്കുന്ന ധ്യാന പ്രോഗ്രാമുകളൊക്കെ ഒരുതരം കബളിപ്പിക്കലുകളാണെന്നും അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണമെന്നും ഒക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിലെ യുക്തിവാദിയുടെ ചിന്തകൾ. അതുകൊണ്ട് ഏറ്റവും മുൻനിരയിൽ തന്നെ ഞാൻ ഇടം പിടിച്ചു. സമാന ചിന്താഗതിയുള്ള ചില ചെറുപ്പക്കാരെയും എനിക്ക് അവിടെ കൂട്ടിനായിട്ട് കിട്ടി. ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് പൊളിച്ചടുക്കി ഒന്ന് ഷൈൻ ചെയ്ത് തിരിച്ചു പോകാനുള്ള ഒരുക്കം കൂട്ടി. കൂട്ടുകാരുടെ കട്ട സപ്പോർട്ട് കൂടി ആയപ്പോൾ മുൻനിരയിൽ തന്നെ അല്പം നിവർന്നു തന്നെ ഇരുന്നു. ഒരു ജെയിംസ് കുട്ടി ബ്രദർ ആയിരുന്നു ക്ലാസ്സുകൾക്ക് തുടക്കം കുറിച്ചത്. ഓരോ വിഷയങ്ങൾ അദ്ദേഹം പറയുമ്പോഴേക്കും ഓരോ യുക്തിവാദവുമായി ഞാൻ എഴുന്നേൽക്കും. ഇത് പല ആവർത്തി തുടർന്നപ്പോൾ ബ്രദർ എന്നെ ഒന്ന് നോട്ടമിട്ടു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, സഹോദര, 3500ഓളം പേര് ഈ ധ്യാനത്തിൽ ഇപ്പോഴിവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്രകാരം ചോദിച്ചുകൊണ്ടിരുന്നാല് നമ്മുടെ പരിപാടി നടക്കുകയില്ലല്ലോ. ആകയാല് ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, പിന്നീട് എല്ലാ സംശയങ്ങൾക്കും മറുപടി തരാം എന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ അല്പം ഒന്ന് ശാന്തനായി വചനങ്ങൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ആദ്യ ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പ്രഘോഷിച്ചപ്പോൾ എന്താണ് ഈ ദൈവസ്നേഹം എന്നൊന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. സ്വന്തം മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാത്ത അതിലും ഉപരിയായ ഒരു ദൈവസ്നേഹമോ. എന്തായിരുന്നാലും അന്ന് രാത്രിയായി സമാപനത്തോടടുക്കുമ്പോൾ പനക്കലച്ചൻ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, എല്ലാവരും കണ്ണുകളടച്ച് നിങ്ങളുടെ ഭവനത്തിലുള്ള യേശുവിൻ്റെയോ മാതാവിൻ്റെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചിത്രം മനസ്സിൽ കണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന്. ഞാൻ കണ്ണടച്ചുകൊണ്ട് ചിത്രങ്ങൾ പലതും എൻ്റെ മനസ്സിൽ കാണുവാൻ വേണ്ടി വളരെയേറെ പരിശ്രമിച്ചെങ്കിലും ഒരു ചിത്രവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. എൻ്റെ ആ പരിശ്രമം വിഫലമായി. വെറും അന്ധകാരം മാത്രമാണ് മനസ്സിൽ തെളിയുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് ബെഡിൽ കിടക്കുന്നതിന് മുൻപായി ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്ന് ഒരു വചനമെടുത്തു. അപ്പോൾ സങ്കീർത്തനം 34:18 കർത്താവ് ഇപ്രകാരം എന്നോട് സംസാരിച്ചു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്റെ ജീവിതത്തില് ആദ്യമായി ഒരു ദൈവവചനം എന്നെ സ്പർശിക്കുകയായിരുന്നു. തുടർന്ന് 2-ാം ദിവസവും 3-ാം ദിവസവും ഇതേ സംഭവങ്ങൾ അതേപടി തന്നെ ആവർത്തിച്ചു. 3-ാമത്തെ രാത്രിയിൽ എൻ്റെ ഹൃദയം നുറുങ്ങി. ഞാൻ വലിയ വിലാപത്തോടെ കണ്ണുനീരൊഴുക്കി കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ തലയിണ കണ്ണുനീരിൽ കുതിർന്നു. ആ രാത്രിയിൽ കർത്താവ് എൻ്റെ പേര് വിളിച്ച് എന്നോട് സംസാരിച്ചു. ദേവപിതാവിന്റെ അളവറ്റ സ്നേഹം എന്നിലേക്ക് ഒഴുകുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ മറ്റാരിൽ നിന്നോ ഒക്കെ എനിക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തിന്റെ എല്ലാ കുറവുകളും പരിഹരിക്കുവാൻ കഴിയുന്ന ആ പിതൃസ്നേഹം എനിക്ക് ഒരു പുതുജീവിതം തിരിച്ചു നൽകി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ സങ്കീർത്തനം 119-ാം അധ്യായത്തില് 105-ാം തിരുവചനം, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിലെ പ്രകാശവുമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം, സുവിശേഷം പറയുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്നുമുള്ള തിരുവചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്നതായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കറിഗ്മ കോഴ്സിൽ പങ്കെടുക്കുവാൻ ചില വ്യക്തികളിലൂടെ എനിക്ക് ദൈവം ഒരു അവസരം ഒരുക്കി. ഇത് എന്താണ് എന്ന് ഒന്നും ഈ കോഴ്സിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. വയനാട്ടിലുള്ള ലക്കിടിക്കടുത്ത് ഒരു സെന്ററിൽ വെച്ച് 10 ദിവസത്തേക്കുള്ള ഒരു കോഴ്സ് ആയിരുന്നു. എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ 10 ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. അത്രമാത്രം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. പലവിധത്തിലുള്ള പ്രതിസന്ധികൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നതിനാൽ ഏറിയാൽ ഒരാഴ്ച എന്ന് തീർത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പേര് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ
ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ കഴിയുന്തോറും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വളർന്നു വന്നു. എല്ലാം ദൈവ പരിപാലനയിൽ അർപ്പിച്ചുകൊണ്ടായിരുന്നു ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിലെ നിരവധിയായ ജോലി തിരക്കുകൾ ഉണ്ട്. മകളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരണം തുടങ്ങി പലതും ഇടയ്ക്ക് നിർത്തിപ്പോകണമെന്നുള്ള കലശലായ ഒരു ചിന്തയും എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരാഴ്ചയായപ്പോൾ വീട്ടിലേക്ക് ഞാൻ യാദൃശ്യമായിട്ടൊന്ന് ഫോൺ ചെയ്യാനിടയായി. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ഫോൺ ആണുള്ളത്. വിളിച്ചപ്പോൾ എറണാകുളത്ത് ജോലി ഉണ്ടായിരുന്ന മകൻ അവിചാരിതമായി വീട്ടിൽ വന്നിരിക്കുന്നു. ഉടനെ തന്നെ അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏൽപ്പിച്ച് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. തൽഫലമായിട്ട് ദൈവകൃപയാൽ 7 നിത്യസത്യങ്ങളെ കുറിച്ച് അറിയാൻ എനിക്ക് സാധിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. ഏറെക്കാലം ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്ക് നടത്തുവാൻ സാധിക്കാതിരുന്ന പല ജോലികളും അവിടെ നടന്നിരിക്കുന്നു. ഞാൻ പോകുമ്പോൾ കഠിനമായ വരൾച്ച ബാധിച്ചിരുന്ന കൃഷിയിടമെല്ലാം നല്ല മഴ ലഭിച്ച് നല്ല ഉണർവായി കാണപ്പെട്ടു. പലവട്ടം അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാതിരുന്ന ജോലിക്കാർ വീട്ടിൽ അന്വേഷിച്ച് വന്ന് പല ജോലികളും ചെയ്തിരിക്കുന്നു. മകളെ പ്രസവത്തിന് കൂട്ടി വന്നിരിക്കുന്നു. കുടുംബത്തിൽ ആകെ വലിയ ആനന്ദത്തിന്റെ അലയൊലികള് ദൃശ്യമായി. ദൈവപരിപാലനയാലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നത് കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് അങ്ങോട്ട് ദൈവത്തോട് ഒത്തുള്ള ഒരു യാത്രയിലായി. എനിക്ക് പുകയിലപ്പൊടിയുടെ ഉപയോഗത്തിലുണ്ടായിരുന്ന അടിമത്വവും അതോടൊപ്പം മുഖ്യ വരുമാന മാർഗമായിരുന്ന പുകയില കച്ചവടവും ഇതൊരു വലിയ തിന്മയാണെന്ന് ഒരു തിരിച്ചറിവിലൂടെ ഇത് രണ്ടും ഞാൻ ഉപേക്ഷിച്ചു. അതോടൊപ്പം സാമ്പത്തിക മേഖലയിൽ എനിക്ക് വലിയ തകർച്ചകൾ നേരിടേണ്ടിയും വന്നു. ബന്ധുമിത്രാദികൾ പലരും എന്നെ കഴിയൊഴിയുന്നതായ ഒരവസ്ഥകൾ ഉണ്ടായി. എങ്കിലും ദൈവത്തിന്റെ കരങ്ങൾ എന്നെ താങ്ങി പരിപാലിച്ചു. അതോടെ മദ്യമയക്കുമരുന്നുകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള നല്ലൊരു മേഖലയും കർത്താവ് തുറന്നു തന്നു. അനേകം പേരെ ആ മേഖലയിൽ നിന്ന് അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം എന്നെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന തിരുവചനം ഉൾക്കൊണ്ട് നിരവധി വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഇടവകളിലേക്ക് ദൈവത്തിന്റെ വചനവുമായി കടന്നു ചെല്ലുവാൻ ദൈവം എന്നെ ഒരുക്കി. അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും സ്വിറ്റ്സർലാൻഡിലും പോയി ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വചനമായി പോയിടത്തെല്ലാം നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളുമായി ദൈവാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചറിയുവാന് എനിക്ക് ഇടയായി. 25 വർഷക്കാലമായി മാനന്തവാടി രൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടും വിവിധ മിനിസ്ട്രികളിലും സോൺ സബ് സോൺ ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്നും പ്രവർത്തിച്ചു വരുന്നു. മിസ്യ കൂട്ടായ്മയിലൂടെ നടത്തപ്പെടുന്ന ഓൺലൈൻ പ്രിലിമിനറി കോഴ്സിന്റെ 11ാമത്തെ ബാച്ച് മുതൽ ഇതിൽ പങ്കെടുക്കുവാനും ഇതുവരെ തുടർന്ന് വരുവാനും കരുണാമയനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം, ആ സ്നേഹപിതാവിന്റെ ഏകജാതനിലൂടെ എനിക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ എന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത സ്നേഹപിതാവിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ ദൈവവചനത്തെ ഹൃദയത്തിൽ നിറച്ച് അധരങ്ങളിലൂടെ ധീരതയോടെ പ്രഘോഷിക്കുവാൻ, ജീവിത പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാൻ, വിജയം വരിക്കുവാൻ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി. നിങ്ങൾ ഏവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ചേർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മഹത്വവും സർവശക്തനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു തോമസ് ചേട്ടാ. തോമസ് ചേട്ടൻ സ്വന്തം ജീവിതത്തിലൂടെ കർത്താവ് ചെയ്ത
കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ജീവിതം മാറിയതും സ്വന്തം ജീവിതം എങ്ങനെ സാക്ഷ്യമാക്കി സുവിശേഷം പ്രഘോഷിച്ചു എന്ന് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. ചേട്ടൻ പറയുകയുണ്ടായി, പുകയില ലാഭകരമായ ബിസിനസ് പോലും കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ചേട്ടൻ മാറ്റി വെക്കുകയുണ്ടായി. ചേട്ടനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. ഒരുപാട് നന്ദി. അടുത്തതായി സ്ലൈഡ് പ്രസന്റ് ചെയ്യാനായി ഡോക്ടർ കർമ്മലി ചേച്ചിയെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മിസിയോ കുടുംബാംഗങ്ങളെ, അടിസ്ഥാന സുവിശേഷ പ്രഘോഷണ പരിപാടിയുടെ ഓൺലൈൻ കോഴ്സിന്റെ 9ാം ആഴ്ചയിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ ഈ കാലയളവ് അത്രയും മിസിയോ ടീം ലക്ഷ്യം വെച്ച ഏറ്റവും പരമമായ അടിസ്ഥാന നിത്യസത്യമായ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്തു നൽകിയത് ഉപദേശമല്ല, കൽപ്പനയാണ്. ക്രിസ്തു നൽകിയ ഏറ്റവും ശക്തവും അന്തിമവുമായ കൽപ്പനയാണിത്. സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:18-20 എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത് തന്നെ എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, സഭയെയാണ് ക്രിസ്തു പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഷൈൻ ചേച്ചി പറഞ്ഞു, സുവിശേഷ പ്രഘോഷിച്ചപ്പോൾ പറഞ്ഞു, സുവിശേഷ പ്രഘോഷണം സഭയുടെ ഏക ദൗത്യമാണെന്ന്. ഇവിടെ ഈശോ ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കുമ്പോഴും ഉത്ഥാനത്തിന് ശേഷവും ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ ഊന്നി ഊന്നി പറയുന്നതാണ് നാം കാണുന്നത്. സഭാ കൂട്ടായ്മയിലിരുന്ന് സഭാ നേതൃത്വങ്ങളോടും സഭാ തനയരോടും സമരസപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥത്തോടും അപ്പസ്തോലിക ആഹ്വാനങ്ങളോടും പ്രബോധനങ്ങളോടും ചാക്രിക ലേഖനങ്ങളോടും താതാത്മ്യപ്പെട്ട് മാത്രമാണ് മിസിയോ ഈ അടിസ്ഥാന സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് എന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. എന്താണ് സുവിശേഷവൽക്കരണം? എന്താണ് നാം പറയേണ്ടത്? ദൈവം തന്റെ ഏകജാതന്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചു എന്ന സദ്വാർത്തയാണ് സുവിശേഷം. ഈ സത്യം ലോകത്തെ അറിയിക്കുന്നതാണ് സുവിശേഷവൽക്കരണം. സദ്വാർത്തയുടെ പ്രഘോഷണമാകയാൽ അത് ഏതെങ്കിലും മതത്തിനോ ജാതിക്കോ എതിരല്ല. സത്യം അറിയിക്കുക എന്നതാണ് സുവിശേഷ പ്രഘോഷണം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് സുവിശേഷമായ ക്രിസ്തുവിനെ കാണാം, സുവിശേഷമേകിയ ക്രിസ്തുവിനെ കാണാം, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതിനായി വിളിക്കുകയും ക്ഷണിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്നും സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സാധിച്ച രക്ഷയുടെ ബന്ധത്തിൽ നിന്നും വേർതിരിപ്പിക്കപ്പെട്ട സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി അകന്നു പോവുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സാധിച്ച രക്ഷ പ്രഘോഷിക്കുക വഴി സ്വന്തമാക്കപ്പെടുന്നത് കൂടുതൽ നല്ല ലോകത്തിനും പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള യഥാർത്ഥവും ഏക പ്രത്യാശയുമായ സ്വർഗമാണ്, രക്ഷയാണ്. ക്രിസ്തുവിലൂടെ സാധിച്ച ആ രക്ഷ മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും മൗലികമായ സത്യമാണ്. അതിൽ നിന്നും നാം വേർപിരിഞ്ഞു നടന്നാൽ അത് നമ്മെ രക്ഷിച്ചവന്, നമുക്ക് രക്ഷ നൽകിയവന്റെ ഏറ്റവും വലിയ സങ്കടമായി അത് മാറും. നാം അകലുന്നത് സൃഷ്ടാവിൽ നിന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ നിന്ന് കൂടിയാണ്. പ്രകാശപൂർണമായ ഭാവിക്ക് നമുക്ക് ക്രിസ്തുവിന്റെ ഈ സുവിശേഷം പ്രഘോഷിക്കുക മാത്രമാണ് അഭികാമ്യമായിട്ടുള്ളത്. ഒരു നവീന സുവിശേഷ വൽക്കരണത്തിലേക്ക് നാം നടന്നെടുക്കുക എന്നുള്ളതാണ് അഭികാമ്യം. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് ക്രിസ്തു ആദ്യ പ്രേക്ഷിതനായി സുവിശേഷത്തിൽ നമുക്ക് മുമ്പിൽ എത്തുന്നത്, ഒരു പൂർണ്ണ പ്രേക്ഷിതനായിട്ട്. ദ ഗ്രേറ്റ് ഔട്ട്റീച്ച് ഫ്രം ട്രിനിറ്റി. പിതാവ് ഏൽപ്പിച്ച ദൗത്യം ശിരസാ വഹിക്കുന്ന പുത്രനെ നാം കാണുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ഭക്ഷണം എന്ന് പറയുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് സകല മാനവ കുലത്തെയും ആനയിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു. അതിനായി മനുഷ്യനായി അവതരിച്ച് പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യരെ രക്ഷിക്കാൻ മനുഷ്യന്റെ ഇടയിൽ ജനിച്ചു, ജീവിച്ചു, മനുഷ്യനുമായി താതാത്മ്യപ്പെട്ടു. ഒട്ടിയ വയറുകളും കലങ്ങിയ കണ്ണുകളും നനഞ്ഞ കവിളുകളും വികൃതമായ കൈകാലുകളും ഉണങ്ങിയ കുടങ്ങളും ചതഞ്ഞ ഞാങ്ങണകളും അവൻ കണ്ടു. വരണ്ട വീഞ്ഞു പാത്രങ്ങളും താളം പിഴച്ച ഹൃദയങ്ങളും അളിഞ്ഞ ദേഹങ്ങളും പിശാചു കയറിയ ജീവിതങ്ങളും അവൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളും രോഗശാന്തിയും നൽകി ഈശോ ഒരു സ്നേഹ സമൂഹത്തെ വാർത്തെടുത്തു. ഈ സ്നേഹ സമൂഹത്തിന്റെ തുടർച്ചയ്ക്ക് അനിവാര്യമാണ് ഈ സുവിശേഷവൽക്കരണം എന്ന്
യേശു വീണ്ടും വീണ്ടും ബോധിപ്പിക്കാനാണ് നമുക്ക് ഇതൊരു മഹാകൽപ്പനയായി തന്നത്. ഷൈനി ചേച്ചി പറഞ്ഞു, വെള്ളം കോരാൻ കിണറ്റിൻ കരയിൽ ചെന്നപ്പോഴാണ് സമരിയക്കാരിക്ക് ദൈവാനുഭവം ഉണ്ടായത്. നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വന്നവൾ എന്നെ ആരും കാണരുത്, എനിക്കും ആരെയും കാണേണ്ട എന്ന് കരുതി നടന്നവളായിരുന്നു. മനുഷ്യരുടെ കൺവെട്ടത്ത് വരാതെ സ്വയം സൂക്ഷിച്ചവൾ സാക്ഷാൽ മനുഷ്യപുത്രന്റെ മുന്നിലാണ് വന്നു പെട്ടത്. ഒഴിഞ്ഞു മാറി നടന്ന അവളെ സമൂഹത്തിന്റെ സജീവതയിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്, ആനയിച്ചത് കർത്താവാണ്. പച്ചവെള്ളം കോരി നിറയ്ക്കാൻ കൊണ്ടുവന്ന കുടം കിണറ്റിൻകരയിൽ തന്നെ ഒഴിഞ്ഞു തന്നെ ഇരുന്നു. പക്ഷേ മനസ്സിലും ആത്മാവിലും ജീവജലം നിറഞ്ഞ് അവൾ പട്ടണത്തിലേക്ക് പോയി. നിറയാത്ത കുടവും കുടിച്ചു മതിയാകാത്ത വെള്ളവും നമ്മുടെ അനുദിന ജീവിതങ്ങളെയും വിരസമാക്കാറുണ്ട്. മാറ്റം സംഭവിച്ചത് അവന്റെ ഇടപെടൽ കൊണ്ടാണ്. കോരിമടുക്കുന്ന ആഴമുള്ള കിണറിന്റെ തീരത്ത് അതാ ഒരു പുതിയ ഉറവ, കൃപയുടെ ജീവധാര. ഈ അനുഗ്രഹധാരയെ സ്വന്തമാക്കാൻ തനിയെ വന്നാൽ പോരാ, തനിച്ചനുഭവിച്ച് മടങ്ങരുത്. ആർക്കും തനിച്ച് കുടിച്ചു തീർക്കാൻ പറ്റാത്ത ജീവജല സമൃദ്ധിയിലേക്ക് കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും പട്ടണവാസികളെയും കൂട്ടിക്കൊണ്ടുവരണം. അതാണ് സുവിശേഷ പ്രഘോഷണം. ആ സ്ത്രീ ആകട്ടെ കുടം വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുക. പച്ചവെള്ളം നിറച്ച കുടവുമായി അല്ല, ഉറവ പൊട്ടി ഒഴുകുന്ന ഹൃദയവുമായാണ് അവൾ പോയത്. അത് തന്റെ വീട്ടിലേക്കല്ല, നഗരത്തിലേക്കാണ്. അവളുടെ പരിചയങ്ങളുടെ ഇട്ടാവട്ടത്തിലേക്കല്ല, വിസ്തൃതമായ ലോകത്തിലേക്കാണ്. ലോകത്തിന്റെ അതിരുകളോളം ഒഴുകിച്ചെന്ന ആ പ്രവാഹത്തിന്റെ ഉറവിടം സമരിയായല്ല, ഗലീലിയോ നസറത്തോ അല്ല, സ്വർഗമാണ്. പ്രഭവത്തിന്റെ ശക്തിയാണ് പ്രവാഹത്തിന്റെ ജീവൻ. നമ്മുടെ ദാഹവും ദാരിദ്ര്യവും മാറ്റുകയല്ല, അനേകർക്ക് വിഭവ സമൃദ്ധിയുടെ ദൈവരാജ്യത്തിന്റെ വിരുന്നൊരുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. എന്തിനാ കരയുന്നേ എന്ന്, ആരെയാ കാണണ്ടേ എന്ന് മക്കളുടെ മറിയത്തോട് കർത്താവ് ചോദിക്കുന്നു. ഓർസല നഗരിലെ സ്ത്രീകളുടെ കണ്ണീരൊപ്പുന്നു. നാളെ നഷ്ടപ്പെട്ട സ്ത്രീയുടെ ഹൃദയമിടിപ്പിന്റെ താളഭ്രംശങ്ങളുടെ കഥ പറയുന്നു. കൂനുള്ള സ്ത്രീയുടെ പുറത്ത് തലോടാൻ മാത്രം അവൻ കുനിഞ്ഞു. മർത്തയും മറിയവും വഴക്കുകൂടാതെയും കരയാതെയും പിഴിയാതെയും അവൻ നോക്കി. രക്തസ്രാവക്കാരിക്ക് പോലും തൊടാൻ പാകത്തിനായിരുന്നു അവന്റെ സഞ്ചാരങ്ങൾ. നായിനിലെ വിധവ വഴിനീളെ പൊഴിച്ച കണ്ണീർ പൂക്കൾ അവന്റെ പാദങ്ങളിലാണ് പതിച്ചത്. ഈ സ്നേഹവലയങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ് ഷൈനി അലക്സി ചേച്ചി ഇപ്പോൾ നേരത്തെ പ്രഘോഷിച്ചപ്പോൾ പറഞ്ഞത്. അവർ പോയിടങ്ങളിൽ അവർ ആ സത്യങ്ങൾ ജനക്കൂട്ടത്തോടും കണ്ടുമുട്ടിയവരോടും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. മർത്യ ജീവിതങ്ങളിലെ ആകുലതകളെ തുണയ്ക്കുന്നവനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷണം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ തപിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവ് നിറവിൽ ഗലീലയിലേക്ക് തിരിച്ചെത്തി. സിനഗോഗിൽ കയറി അവിടുന്ന് പുസ്തകം എടുത്ത് ക്രിസ്തു വായിക്കുന്നുണ്ട്. ലൂക്ക 4:18 കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ, കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നുവെന്ന്. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം സിനഗോഗിലുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നുവെന്ന്. തന്നെ ഉറ്റുനോക്കിയും പ്രശംസിച്ചു തീർന്നവർ തങ്ങൾക്കൊപ്പം നിൽക്കാനും താമസിക്കാനും ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നു. പക്ഷെ അവരോട് എന്താണ് പറയുന്നത്? മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. തോമസ് ചേട്ടൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തെരഞ്ഞെടുക്കുകയാണ്. ലൂക്ക 4:43 നാം ഈ വചനം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും നിറയേണ്ട സുവിശേഷം, ലോകം മുഴുവനും അറിയേണ്ട സുവിശേഷം അവനെ കണ്ടുമുട്ടുന്നവരെല്ലാം പ്രേക്ഷിതരായി മാറുന്നു. നമ്മൾ അറിഞ്ഞ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരലാണ് പ്രഘോഷണം. അന്ത്രയോസ് സിമിയോനോട് എന്താ പറഞ്ഞേ? ഞങ്ങൾ യേശുവിനെ കണ്ടു. ഫിലിപ്പോസ് നഥാനിയലിനോട് എന്താ പറഞ്ഞേ? ഞങ്ങൾ യേശുവിനെ കണ്ടു. സമരിയാക്കാരി സ്ത്രീ സമരിയ ഗ്രാമം മുഴുവൻ പറഞ്ഞത് നാം ഇപ്പോൾ കേട്ടു. അപ്പോൾ ക്രിസ്തു എന്താണ് ചെയ്തത്? ശിഷ്യരെ പരിശീലിപ്പിക്കുകയാണ് ചെയ്തത്. കൂടെ നടന്ന് പഠിപ്പിച്ച് പടിപടിയായി സ്വഭാവരൂപീകരണം നടത്തി നൽകി നവീകരിക്കുന്നു. ശാസിച്ച് തിരുത്തി സ്നേഹിച്ച് അല്പവിശ്വാസത്തെ കുറ്റപ്പെടുത്തി പരാമർശിച്ച് ബോധ്യങ്ങൾ നൽകി തന്റെ സ്നേഹത്താൽ ഒരുക്കി വാർത്തെടുക്കുന്നതാണ് നാം കാണുന്നത്. മിസിയോയും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആദിമസഭയുടെ സുവിശേഷ പ്രഘോഷണം തന്നെയാണ് സഭയ്ക്ക് മുന്നിലുള്ള അടിസ്ഥാന മാതൃക. യേശുവിലൂടെ കൈവന്ന രക്ഷയെ സധൈര്യം സകല ജനങ്ങളോടും പ്രഘോഷിക്കുക എന്നതായിരുന്നു അവരുടെ ശൈലി. മാത്രമല്ല, പ്രസംഗിച്ച സുവിശേഷത്തിന്റെ അർത്ഥം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. ഹെൻറി ചാഡ്വിക്കിന്റെ ഒരു പ്രശസ്തമായ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. അതിൽ ആദിമസഭയുടെ ഈ സുവിശേഷ പ്രഘോഷണത്തെ പറ്റി ഒരു നല്ല ദൃഷ്ടാന്തം കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. AD 251 റോമിൽ പ്ലേഗ് ബാധയുണ്ടായി. അത് ചരിത്രമാണ്. നഗരത്തിലെ 1/3 ഭാഗം ജനങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു.
ആരോഗ്യമുള്ളവർ പ്രാണരക്ഷാർത്ഥം ഗ്രാമം വിട്ട് ഗ്രാമാന്തരങ്ങളിലേക്ക് പലായനം ചെയ്തു. റോമൻ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടി. പുരോഹിതരെല്ലാം നാടുവിട്ടു. രോഗികൾ അശരണരായി പ്രാണന് വേണ്ടി പിടഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റോമിലെ ക്രിസ്ത്യാനികൾ സഹായ ഹസ്തവുമായി രംഗത്തിറങ്ങി. അവർ രോഗികളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ച് പരിചരിച്ച് അനേകായിരം രോഗികൾ അങ്ങനെ രക്ഷപ്പെട്ടു. തങ്ങളെ കൊന്നു തള്ളാൻ മത്സരിച്ചിരുന്ന റോമാക്കാരെ രക്ഷിക്കാൻ ക്രിസ്ത്യാനികൾ കാട്ടിയ നല്ല മനസ്സ് റോമാക്കാരുടെ കണ്ണു തുറപ്പിച്ചു. രോഗം ഭേദമായവർ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിച്ചു. പ്ലേഗിനെതിരായ പോരാട്ടങ്ങളിൽ അനേകം ക്രിസ്ത്യാനികൾ രോഗബാധിതരായി മരിച്ചുവെങ്കിലും അവർ 10,000-ങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയിരുന്നു. സുവിശേഷവൽക്കരണത്തിന് ഒരു നേർചിത്രമാണിത്. അപ്പസ്തോലന്മാർ പിന്മാറിയിരുന്നെങ്കിൽ സഭ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. സുവിശേഷത്തെ പ്രതി സഹിക്കാനിടയായതിൽ അവർ സന്തോഷിച്ചു. അപ്പസ്തോല പ്രവർത്തനം 4:18. സുവിശേഷത്തിന് വേണ്ടി സഹിക്കാനുള്ള മനസ്സിനെ ദൈവിക വരമായിട്ടാണ് അപ്പസ്തോലന്മാർ കണ്ടിരുന്നത്. ഫിലിപ്പി 1:28-29. നമ്മുടെ കർത്താവിനെ പ്രതി ലജ്ജിക്കാതെ അഭിമാന ബോധത്തോടെ സാക്ഷ്യം നൽകുവാൻ 2 തിമോത്തി 1:8 ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ നിറമാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ആത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. ജെറുസലേം സ്വന്തം ദേശമാണ്. യൂദയ ബന്ധുവീടാണ്. സമരിയ വിജാതീയ ഭവനമാണ്. എന്നാൽ അവനവനിൽ നിന്ന് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കണമെന്നത് ഏറ്റവും പ്രധാനവും. കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെടുന്ന ക്രിസ്തുവിനെ പറ്റി നാം മുൻപ് സൂചിപ്പിച്ചു. ദ ഗ്രേറ്റ് ഔട്ട്റീച്ച് ഫ്രം ട്രിനിറ്റി. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 20:21 പറയുന്നത്. അപ്പോൾ സഭ മുഴുവന്റെയും ഉത്തരവാദിത്തമായി, ദൗത്യമായി, കടമയായി സുവിശേഷ പ്രഘോഷണം മാറണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കുക. സുവിശേഷം ജീവിക്കാനും പങ്കുവെക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട് ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 13:35 നാം കാണുന്നു പാദങ്ങൾ കഴുകുന്ന യേശുവിന്റെ എളിമ. സുവിശേഷം ജീവിക്കുക എന്നുള്ളത് വളരെ മുഖ്യമാണെന്ന് ഷൈൻ ചേച്ചി എനിക്ക് മുമ്പ് പറഞ്ഞു. യു മേ ബി ദ ഓൺലി ഗോസ്പൽ വിച്ച് സമ്മൺ വിൽ എവർ റീഡ്. നിങ്ങളായിരിക്കാം മറ്റുള്ളവർ വായിക്കാൻ പോകുന്ന ഏക സുവിശേഷം. അപ്പോൾ എന്തുകൊണ്ട് നാം സുവിശേഷം പ്രഘോഷിക്കണം എന്ന് ചോദിച്ചാൽ ഈ സ്ലൈഡാണ് അതിന്റെ ഉത്തരം. സഭയാകുന്ന കൂട്ടായ്മ മാമോദീസ വഴി നമുക്ക് സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനും ഉത്തരവാദിത്വം നൽകുന്നു. തൈലാഭിഷേകത്തിലൂടെ, തൈലലേപനത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള ധൈര്യവും കൃപയും ലഭിക്കുന്നു. മാമോദീസ വഴി സഭാംഗമാകുന്ന ആർക്കും അതിൽ നിന്ന് വിട്ടു നിൽക്കാനാവില്ല. സഭയാണ് ക്രിസ്തു പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സഭയിലെ കൂട്ടായ്മയോടും ആരാധനാക്രമ ചൈതന്യത്തോടും സഭാ നിയമങ്ങളോടുള്ള വിധേയത്വം വഴിയും സുവിശേഷത്തിന്റെ ശക്തമായ സാക്ഷ്യം വഹിക്കേണ്ട നമ്മൾ കഴിവില്ല, സമയമില്ല, സാമ്പത്തികമില്ല, സാഹചര്യം അനുവദിക്കുന്നില്ല, തിരക്ക് എന്നൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ മിസിയോയുടെ കൂട്ടായ്മ വരുന്നതിന് മുമ്പ് 10-11 വർഷം വേദപാഠം പഠിപ്പിച്ച ഒരു അനുഭവം എനിക്കുണ്ട്. അവിടെ 2 ദിവസത്തെ ഒരു ട്രെയിനിങ്ങിന് കെറിഗ്മ കോഴ്സിന് ഞങ്ങളെ വിട്ടു. അപ്പോൾ തന്നിരുന്നത് ഒരു ബ്രോഷറാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ തന്റെ ഏകജാതന്റെ കുരിശിലെ ബലിയിലൂടെ നമ്മെ മനുഷ്യകുലത്തെ രക്ഷിച്ചു എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ അയക്കപ്പെട്ടു. 2 പേരാണ് ഞങ്ങൾ പോയത്. നിർഭാഗ്യവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും തിരിച്ച് ഓഡിറ്റോറിയത്തിൽ തന്നെ എത്തുകയാണ് ഉണ്ടായത്. അവിടെ ഞങ്ങൾ അനുഭവം ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. ചിലർ നമ്മളെ കേൾക്കാൻ വിസമ്മതിച്ചു, ചിലർ ഓടിച്ചു വിട്ടു, ചിലർ വേണ്ട ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞു. എന്നാൽ ഈ മിസിയോയുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരു 6 ദിവസത്തെ ഫിസിക്കൽ കോഴ്സിൽ പങ്കെടുക്കുകയുണ്ടായി. ബാച്ച് 7 ഓൺലൈൻ കോഴ്സിൽ. ആ സമയത്ത് വളരെ ഈ സഭ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതേ രീതിയിൽ പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങൾ എത്തിയത് ലുലുമാളിലാണ്. അന്ന് 12 പേരോട് സുവിശേഷം പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചത് ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. അപ്പൊ ഒരു സാൾട്ട് മെത്തേഡ് നമ്മൾ അവിടെ അവലംബിച്ചു. സ്റ്റാർട്ട് വിത്ത് എ കോൺവെർസേഷൻ, ആസ്ക് ക്വസ്റ്റ്യൻസ്, ലിസൺ, ദെൻ ടെൽ ദ സ്റ്റോറി. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം ആരുമായും പങ്കുവെക്കാതെ കരിന്തിരി പോലെ കത്തി അമർന്ന് ഞാൻ പോയിരുന്നു. നാളുകളെ കുറിച്ച് ഓർത്തപ്പോൾ അന്ന് എനിക്ക് ലജ്ജ തോന്നി. ഇന്ന് ഈ മിസിയോയിൽ ആയിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുകയാണ്. ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മിസിയോയുടെ പ്ലാറ്റ്ഫോമിൽ എന്നെയും നിങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്താണ്? നാം സുവിശേഷ പ്രഘോഷണത്തിന് ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നതാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു.
ഫലം പുറപ്പെടുവിക്കാനും ഫലം നിലനിൽക്കാനും സഭാംഗങ്ങൾ ഏവരുടെയും കടമയാണ്, ദൗത്യമാണ്. ഫലം ചൂടാതെ ഇല മാത്രം ചൂടി നിൽക്കുന്ന അത്തിവൃക്ഷത്തിന്റെ എത്തുന്ന യേശു അതിൽ ഫലമില്ലെന്ന് കണ്ട് നിരാശപ്പെടുന്നുണ്ട്. ഇല മാത്രം ചൂടി നിൽക്കുന്ന ഫലം തരാത്ത ഒരു കത്തോലിക്കനാണോ ഞാനെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അയക്കപ്പെട്ടവരാണ്. ഷൈൻ ചേച്ചി സൂചിപ്പിക്കുകയുണ്ടായി, ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻഡ്. ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസ ശക്തിയാൽ പ്രേക്ഷിത ചൈതന്യമുള്ളവരായി തീർന്നിട്ടുണ്ട്, പ്രേക്ഷിത ശിഷ്യരായി മാറിയിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ ആനന്ദം 120 പേജിൽ നാം ഇത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിൽ ഓർപ്പിക്കുക, മാമോദീസ സ്വീകരിച്ചവരെല്ലാം അവർക്ക് ലഭിച്ച സഭയിലുള്ള സ്ഥാനമോ വിശ്വാസ പരിശീലനത്തിന്റെ അളവോ അതിനൊരു മാനദണ്ഡമല്ല. നാം അയക്കപ്പെട്ടിരിക്കുന്നു. പ്രേക്ഷിത വേലയിൽ നിന്ന് നാം പിന്നോക്കം പോകാൻ 3 കാരണങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമതായി, സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരം സ്ഥാപനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മതി എന്നുള്ള ലഘുവായ ഒരു ബോധ്യം. പിന്നെ 2, ബൈബിളിന്റെ രക്ഷാകരമായ അർത്ഥം വ്യാഖ്യാനിക്കുന്നതിൽ കാണിക്കുന്ന ഉദാസീനത സുവിശേഷ പ്രഘോഷണത്തിന്റെ ദിശാബോധം നഷ്ടപ്പെടുത്തുന്നുണ്ട്. 3, യേശു രക്ഷകനാണെന്ന് വിസ്മരിച്ച് എല്ലാ മതങ്ങളും രക്ഷാമാർഗങ്ങളാണെന്ന് പഠനം അവതരിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരും സുവിശേഷ പ്രഘോഷണത്തെ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഈ 3 അബദ്ധങ്ങൾ നിരാകരിച്ചാൽ, നിർവീര്യമാക്കിയാൽ സുവിശേഷ പ്രഘോഷണം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, എസ്തപാനോസിന്റെ വധം അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരും ചിതറിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളെ കൊല്ലാൻ തിട്ടൂരം വാങ്ങിയ സാവൂളിന്റെ പ്രവൃത്തികളാണ് എസ്തഫാനോസിന്റെ പീഡനത്തിനും മരണത്തിനും കാരണമായത്. എന്നാലും ആദിമസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചിതറിക്കപ്പെട്ടവർ എത്തിച്ചേർന്ന ഇടങ്ങളിലെല്ലാം ഘോരം കർത്താവിന് പ്രകീർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ഏകജാതന്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചു വന്ന സദ്വാർത്ത അറിയിക്കുന്നത് നമുക്ക് കാണാം. ലോകത്തെ തന്റെ അധീനതയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സാത്താന്റെ പ്രവർത്തനങ്ങൾ ധാരാളമാണ് ഇക്കാലത്തും. എതിർപ്പിന്റെ അഗ്നിയും ചോരയും സുവിശേഷവൽക്കരണത്തെ എന്നും വളർത്തുന്നു എന്നതാണ് സഭയുടെ ചരിത്രം. വനത്തിൽ ചില വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ കാട്ടുതീയിൽ വിത്തിന്റെ കഠിനമായ പുറന്തോട് പൊട്ടണമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. സുവിശേഷത്തിന്റെ കൃപ ഒഴുകാൻ സമാനമായ ചില അഗ്നിശോധനകൾ ദൈവം ആവശ്യപ്പെടാറുണ്ട്. ഭാരതത്തിൽ വർദ്ധമാനമാകുന്ന എതിർപ്പിനെയും സുവിശേഷത്തിന്റെ വളർച്ചയ്ക്കുള്ള ഒരു ഉണർത്തുപാട്ടായി നാം ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപേ തീരുമാനിക്കണം. പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനവും ആ തീക്ഷ്ണതയും നമുക്ക് നോക്കാം. എത്ര ബോധ്യത്തോടെയാണ്, എത്ര ധൈര്യത്തോടെയാണ്, എത്ര സ്നേഹത്തോടെയാണ് എല്ലാ സാഹചര്യത്തിലും അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15:19 പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. ആ വേർഡ് നമുക്ക് ശ്രദ്ധിക്കണം. സഭയെയും ക്രിസ്ത്യാനികളെയും അങ്ങേയറ്റം പീഡിപ്പിച്ച വ്യക്തി. ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിന്റെ സ്നേഹാനുഭവം ഉണ്ടായി. സൗളിൽ നിന്ന് പൗലോസിലേക്ക് ഒരു രൂപാന്തരം, പിന്നെ ക്രിസ്തു മാത്രം. റോമൻ പൗരത്വവും അസാധാരണമായ പാണ്ഡിത്യവും കൈമുതലായിട്ടുള്ള പൗലോസ് അതെല്ലാം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഉച്ഛിഷ്ടമായി കരുതി. സഭയിലൂടെയും സഭ അംഗീകാരത്തിലൂടെയും അനേകം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, റോമ 8:35, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? പ്രിയപ്പെട്ടവരെ, യു ആർ ഗോഡ്സ് ടുഡേ, വി ആർ ഗോഡ്സ് ടുഡേ. ഫ്രാൻസിസ് അസീസിയെ പറ്റി എനിക്ക് ഓർക്കുമ്പോൾ വലിയ ഒരു കൃതജ്ഞത വന്ന് നിറയാറുണ്ട്. തനിക്ക് പുരോഹിതനാകാൻ യോഗ്യതയില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് 3-ാം സഭ പോലെ ഒരു ആത്മായർക്ക് വേണ്ടി ഒരു സഭയുണ്ടാക്കി. അതിനുവേണ്ടി പ്രാർത്ഥന, ഉപവാസം, സർവസംഘ പരിത്യാഗം തുടങ്ങിയിട്ടുള്ള ഒരു 5-ാം സുവിശേഷമാകാനുള്ള ധാരാളം നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹം ചിട്ടവട്ടങ്ങൾ നൽകി കൊടുത്ത് നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. പ്രൈസ് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യു മേ യൂസ് വേർഡ്സ് എന്നാണ്. ഒരു 5-ാം സുവിശേഷമാകണം. സുവിശേഷം ജീവിക്കാൻ നമുക്ക് കഴിയണം. ഹൃദയത്തിലും അധരത്തിലും ജീവിക്കുന്ന തിരുവചനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം വിശദീകരിക്കപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും. സമരിയാക്കാരിക്ക് വചനം സമീപസ്ഥമായപ്പോൾ അവൾ വിശദീകരിക്കപ്പെട്ടപ്പോൾ പ്രഘോഷകയായി. സാവൂളിനെ വിശദീകരിച്ച് പൗലോസാക്കിയതും പ്രഘോഷകനാക്കിയതും സത്യവചനമായ ദൈവമാണ്. അതുകൊണ്ടാണ് സ്ലീഹന്മാർ ഇപ്രകാരം പറയുക, യോഹന്നാൻ 1:1 ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു എന്ന്. കണ്ടത്, കേട്ടത്, വീക്ഷിച്ചത്, സ്പർശിച്ചതുമായ വചനം പ്രഘോഷിക്കുന്നു. ഇന്ന് എന്റെ ദൗത്യം സുവിശേഷം ജീവിക്കുക, പ്രഘോഷിക്കുക എന്നതാണ്. ജീവിക്കാതെ പ്രഘോഷിക്കാതെ ഇരുന്ന ദുരിതം കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ വളരെ ആവേശത്തോടെ ഇങ്ങനെ പറഞ്ഞത്,
ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോസ്തല പ്രവർത്തനം 4:20. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. 2 തിമോത്തി 1:8. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്തോസ് 9:16. ഇത് കടമയാണ്, മറ്റൊരാളെ ഏൽപ്പിക്കാനാവില്ല. അപ്പോ ദൈവരാജ്യം പ്രഘോഷിക്കാൻ ഇറങ്ങുന്ന ഓരോരുത്തരും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മഹിമപ്രതാപങ്ങൾ വേണ്ടെന്ന് വെച്ച് സ്വയം ദാസനായി മാറിയ ദൈവപുത്രനെ ജനമധ്യത്തിൽ പരിചയപ്പെടുത്തണം. അതാണ് സുവിശേഷ പ്രഘോഷണം. നമുക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് അവിടുന്ന് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നും സാക്ഷികളെ ശ്രവിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അവർ ആധികാരികതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെ തങ്ങൾക്ക് അറിയാവുന്നതും പരിചിതവുമായ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സുവിശേഷ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് ഷൈൻ ചേച്ചി പറഞ്ഞതാണ്, ഇവിടെ എങ്ങും ഇങ്ങനെ ജീസസ് എന്ന് പറഞ്ഞ ഒരാളില്ല എന്ന്. അപ്പോൾ സാക്ഷികളെ ശ്രവിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ സാക്ഷ്യമാവുക കൂടി ചെയ്താലോ, സുവിശേഷം പ്രഘോഷിക്കുക കൂടി ചെയ്താലോ. സുവിശേഷ പ്രഘോഷണം നമ്മുടെ മൗലികമായ ഉത്തരവാദിത്തമാണ്. എനിക്ക് കിട്ടിയ വിശ്വാസം എന്റെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചമായിട്ട് പീഠത്തിൽ വെക്കാൻ ഞാൻ കാണിക്കുന്ന തന്റെ ഇടമാണ് എന്റെ മിഷൻ പ്രവർത്തനം. ഒരു മിഷൻ ആവുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗത്തിലേക്കുള്ള സീൽ വെക്കുന്നത് ഒരാൾ മിഷണറി ആകുന്നതിനാലാണ്. കുടുംബം, വാർഡ്, ഇടവക, മേഖല, രൂപത ഇവയിലൊക്കെ കിടന്ന് വട്ടം കറങ്ങാതെ എന്റെ കർത്താവ് എനിക്ക് തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് സുവിശേഷവൽക്കരണം എന്ന് ഇനിയും താമസമെന്നി നമുക്ക് ഓർക്കാം. നാം സുവിശേഷം പ്രസംഗിച്ചിട്ട് എത്ര പേർ മാമോദിസ മുങ്ങി പോട്ടെ, എത്ര പേർ കർത്താവിനെ അറിയിക്കാൻ റെഡിയായി എന്നൊക്കെ ഒരു സർവേ ഫലം എടുക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഹൃദയം ചുട്ടുപൊള്ളിയേക്കാം. ചെന്ന് പറ്റുന്നിടത്തെല്ലാം വസ്തുക്കളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി സൗകര്യം ഉണ്ടാക്കുവാനും ഉത്കണ്ഠപ്പെടുവാനും ദൈവസ്നേഹത്തിന്റെ ഉപവിയുടെ സ്നേഹമേഖലയിൽ നിന്ന് യഹോവയുടെ ദരിദ്രരായി ജീവിക്കാനും സുവിശേഷ വ്യാപനം നടത്താനും ഒക്കെ ശ്രമിക്കാതെ നമ്മൾ മറ്റു പലതിലേക്ക് ശ്രദ്ധ മാറ്റുന്നത് അഭികാമ്യമല്ല. സ്വർഗീയ ദാനങ്ങൾ മണ്ണിൽ താഴ്ത്തുന്ന ദുരന്ത പുരുഷനെ നമുക്കറിയാം. താലന്തുകൾ ഉപയോഗിക്കുക, സ്വർഗീയ കൃപകളാക്കി മാറ്റുക, സുവിശേഷം പ്രഘോഷിക്കുക, എഴുതുക, പാടുക, പ്രാർത്ഥിക്കുക, പ്രസംഗിക്കുക, ജീവിക്കുക, ഇങ്ങനെയല്ല ദൈവരാജ്യ സ്നേഹം നമുക്ക് ഒഴുക്കാൻ സാധിക്കും. അപ്പൊ ഒരു മിഷനാകാൻ 4 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻകൗണ്ടറിങ് ദ ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. അത് വളരെ സിമ്പിൾ ആണ്. എൻകൗണ്ടറിങ് ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയാണ്? വചനം, വിശുദ്ധ കുർബാന, പ്രാർത്ഥന. ദ ഇഗ്നറൻസ് ഓഫ് ദ ബൈബിൾ ഈസ് ദ ഇഗ്നറൻസ് ഓഫ് ദ ക്രൈസ്റ്റ്. ഞാൻ ഓർക്കുന്നുണ്ട്, മിസിയോയിൽ പലരും വചനം ഇടാനൊക്കെ സമയമില്ല, തിരക്കാണ്, ആ പരിപാടി ഉണ്ട്, ഈ പരിപാടി ഉണ്ട്, വേറൊരു പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. യൂക്കറിസ്റ്റിക് അഡോറേഷൻ ഈസ് ദ ബിഗിനിങ് ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയാറുണ്ട്. വിശുദ്ധ കുർബാന ജീവിതത്തിൽ ആഘോഷമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൻകൗണ്ടറിങ് ദ ജീസസ് ക്രൈസ്റ്റ് പോസിബിൾ ആവുകയുള്ളൂ. മിഷണറിക്ക് പരിശീലനം വേണമെന്നതും മിഷണറി വിശുദ്ധന്മാരുടെ തീഷ്ണത നാം അറിയണമെന്നതും വളരെ പ്രധാനമാണ്. ഞാനൊരു മിഷൻ ആവണമെങ്കിൽ, മറ്റുള്ളവർ ഒരു മിഷനായി മാറണമെങ്കിൽ. എത്രയധികം കഠിനമായ ക്രിസ്ത്യാനികളെ പൗലോസ് പീഡിപ്പിച്ചോ അതിലേറെ വർദ്ധിത വീര്യത്തോടെ കാഠിന്യത്തോടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതും വിജാതീയരുടെ ഇടയിൽ സഭ പടുതുയർത്തുന്നതും നാം കാണുന്നുണ്ട്. കഫർനാമിലേക്കുള്ള യാത്ര അപകടകരമാണെന്ന് എല്ലാ ശിഷ്യന്മാരും പറയുമ്പോഴും തോമസ് ലീഹ പറഞ്ഞ എന്താണ്? വരൂ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്നാണ്. കട്ടിലിൽ കിടന്ന് മരിച്ചവരാരും സ്വർഗത്തിൽ പോവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുരിശിൽ കിടന്ന് മരിക്കണം എത്ര സ്വർഗം കിട്ടണമെങ്കിൽ. ക്രിസ്റ്റിഫിക്കേഷൻ ഈസ് ക്രൂസിഫിക്കേഷൻ. വഴിവെക്കിൽ ഉപേക്ഷിച്ചവരെ എടുത്തു പറ്റിയ വിൻസെന്റ്, ദൈവമേ എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരിക്കലും പിന്നെ വീട്ടിൽ തിരിച്ചു പോകാത്ത മിഷണറി ഫ്രാൻസിസ് സേവിയർ. നമ്മുടെ അനേകം സമർപ്പിതർ, ആത്മായ ഇവരെയൊക്കെ അറിഞ്ഞ് മിഷണറി വിശുദ്ധന്മാരെ അറിഞ്ഞുകൊണ്ട് മിഷണറി ചാരിറ്റിയെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് നാം അയക്കപ്പെടണം. വിശക്കുന്നതിന് മുമ്പിൽ ഫലം നൽകുക, മിഷൻ പ്രവർത്തനത്തെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. എ ചർച്ച് വിൽ നോട്ട് സെൻഡ്, വിൽ നാച്ചുറലി എൻഡ്. മൃതപ്രായമായ സഭയിൽ ചത്തിരിക്കുന്ന ഒരു കത്തോലിക്കനായിട്ട് നമുക്ക് മാറാതിരിക്കാം. ഈ ബെനഡിക്ട് 15 മാർപ്പാപ്പ എഴുതിയ ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്. അത് ഇപ്രകാരമാണ്: മാക്സിമം ഇള്ളൂത്. അതിന്റെ അർത്ഥം ദ മെമൻഡസ് ബിഗിനിങ് എന്നാണ്, ഐതിഹാസികമായ തുടക്കം. നമുക്കറിയാം, കഫർനാമിൽ വലയും വള്ളവും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നത് വലിയ അബദ്ധമായി എന്ന് ശിഷ്യന്മാർ ചിന്തിച്ച് ഭയചകിതരായി ആകുലപ്പെട്ടൊക്കെ നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷെ അമ്മ വിട്ടില്ല. പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? സെഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കാത്തുവച്ച തീനാവുകളും വരദാനങ്ങളും പ്രാർത്ഥനകളും അതിശക്തമായി ആ ശിഷ്യരിലേക്ക് ഒഴുക്കുകയും ഒരു പുതിയ തുടക്കം,
പന്തക്കുസ്ത തിരുനാളിൽ വന്നവരോട് അവർ വിളിച്ചു പറയാൻ ആരംഭിച്ചു, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ആകാശത്തിന് കീഴിൽ ഇല്ല രക്ഷയ്ക്ക് എന്ന് കണ്ണീരണിഞ്ഞ് കേട്ടുനിന്നവർ 3000 പേർ തൽക്ഷണം മിഷണറിമാരായി. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഈ മൊമെന്റസ് ബിഗിനിങ് ഇതാണ്, ഐതിഹാസികമായ തുടക്കം ഇതാണ്. നമുക്കും അത് ഇപ്പോൾ ആരംഭിക്കാം. കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിന് തങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മിസ്സിയ കൂട്ടായ്മയിൽ ഇപ്പോഴായിരിക്കുന്നത് അതുകൊണ്ടാണ്. ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുൻപ് കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് ആ വചനം എന്നിൽ ജന്മമെടുക്കണം, അത് മാംസം ധരിക്കണം. താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിലാണ് എന്ന് അഹങ്കരിക്കുകയാണെങ്കിൽ മറ്റൊന്നും പറയാനില്ല. യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണത്. ഈ കൃപയോട് വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് സഹകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ മനുഷ്യഹൃദയങ്ങളിലായിരിക്കുക എന്ന മിഷൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതെനിക്ക് എടുത്തു കളയാവുന്ന ഒരു ബാഡ്ജ് അല്ല. അത് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചാൽ അല്ലാതെ എന്നിൽ നിന്ന് പിഴുതെറിയാനാവില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. കൈത്താക്കാലം നമുക്കറിയാം, കൊയ്ത്തുത്സവം എന്നാണ് കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം. ഗോതമ്പ് നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ പാഴ്വിത്താണ്. അപ്പോൾ എവിടെ കൊയ്ത്തിന് ഉള്ള ആൾക്കാർ? വിളവ് അധികം, വേലക്കാർ ചുരുക്കം എന്ന അവസ്ഥയായി പോകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ നാമം അല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു നാമവുമില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടവരാണ് നാം. ജ്ഞാനസ്നാനപ്പെട്ടവൻ ഐക്യപ്പെട്ടവനാണ്, കർത്താവിന്റെ വഴി കാണിക്കേണ്ടവനാണ്. ദൈവരാജ്യമാണ് ഇവിടെ വിസ്തൃതമാകേണ്ടത്. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ്? സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും. ബി ദ ഫിഫ്ത് ഗോസ്പൽ ആൻഡ് അനദർ ക്രൈസ്റ്റ്. തന്റെ ഒരു തീവണ്ടി യാത്രയെ കുറിച്ച് താൻ കണ്ട TTRനെ പറ്റി റാഫേൽ തട്ടിൽ പിതാവ് പറയുന്നുണ്ട്. ടിക്കറ്റ് പരിശോധിക്കുകയും യാത്ര ചെയ്യുന്നവരുടെ ടിക്കറ്റ് വാലിഡിറ്റിയെ പറ്റി കാണുകയുമാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതേസമയം ആ TTR ഒരു ബ്രോഷർ കൂടി ഈ യാത്രക്കാർക്ക് കൊടുക്കുന്നത് പിതാവ് കണ്ടു. പിതാവും അതിൽ ഇത്രമാത്രം വായിച്ചു: ജീസസ് ക്രൈസ്റ്റ് ലവ്സ് യു, ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ഓൺലി സേവ് യു, ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേഫ്. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ. യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വേണ്ടാത്ത പണിയല്ലേ എന്ന് ആയി പിതാവ്. അദ്ദേഹമാകട്ടെ ഇങ്ങനെയും പറഞ്ഞു: But Almighty God has appointed me to give tickets to all the passengers to heaven. എന്റെ ദൈവമേ, പിതാവിന്റെ മക്കളായി തീരണം എല്ലാവരും. ലോകം മുഴുവൻ തന്റെ പുത്ര സ്ഥാനത്തെ അംഗീകരിച്ച് എല്ലാവരും ഒരു പിതാവിന്റെ മക്കളായി തീരണമെന്ന ആഗ്രഹം, സ്വപ്നം, അതാണ് കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെട്ടത്. അത് സാക്ഷാത്കരിക്കണം. മനുഷ്യ വംശം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ എന്റെ ജീവചരിത്രത്തിലേക്ക് അങ്ങ് നിന്റെ വചനങ്ങളുടെ സ്നേഹാക്ഷരങ്ങൾ എഴുതി ചേർക്കണമേ. വരണ്ടുണങ്ങി എന്റെ ആത്മതടങ്ങളെ പരിശുദ്ധാത്മാവിനെ അയച്ച് നീ നനവുള്ളതാക്കണമേ. ദൈവം അമരത്തുള്ള വഞ്ചിയിൽ തന്നെ എന്നെ നിലനിർത്തണമേ. ഇല ചൂടുന്ന തടിയാകാതെ ഫലം വിളയുന്ന വൃക്ഷമാക്കണമേ. എന്റെ തിരുത്തേണ്ട ജീവിത മനോഭാവങ്ങളെയും വിശദീകരിക്കേണ്ട എന്റെ നിലപാടുകളുടെ ശ്രേഷ്ഠതയും എനിക്ക് മനസ്സിലാക്കി തരണമേ. എല്ലാവർക്കും നന്ദി പറയുക ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 1 തെസ്സലോനിക്ക 1:5 പറയുന്ന വചനം മാത്രം മനസ്സിൽ കോറിയിടുക. എന്തെന്നാൽ ഞാൻ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമ ബോധ്യത്തോടെ അത്രേ. ഈ വചനത്തിൽ, ഈ ശക്തിയിൽ, ഈ പരിശുദ്ധാത്മ നിറവിൽ ഉത്തമ ബോധ്യത്തോടെ നമുക്ക് പുറപ്പെടാം. സുവിശേഷ പ്രഘോഷണം എന്ന വലിയ ദൗത്യം ശിരസാ വഹിച്ച് നന്ദി. ആമേൻ. നന്ദി കാർമൽ ചേച്ചി. ഒരുപാട് തീഷ്ണതയോടെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഒരു സുവിശേഷ പ്രഘോഷണമെന്ന്. സമറിയക്കാരിയെ പോലെ അല്ലെങ്കിൽ ആദിമസഭയില് റോമാക്കാർ ശത്രുക്കളായിരുന്നിട്ട് പോലും അവർക്ക് വേണ്ടി സ്വജീവനെ കുഷ്ഠം വരുമെന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ആദിമസഭ പോലെ നമ്മളായിരിക്കാം ഒരുപാട് പേര് വായിച്ചറിയുന്ന സുവിശേഷം എന്നൊക്കെ ചേച്ചി പറഞ്ഞു. ആ വാക്കുകളിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോവാം. ഒരുപാട് സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ചേച്ചിയെ ഓർക്കാം. ഒരുപാട് നന്ദി ചേച്ചി. അഭിമന്യ ജോയി പിതാവ് വിളിച്ചിരുന്നു. പിതാവ് പറഞ്ഞു എല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മദിന ആശംസകൾ നേരുകയുണ്ടായി. പിതാവ് ഒരു യാത്രയിലാണ് ന്യൂയോർക്കിലേക്കുള്ള, അതിനാൽ ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഏതാനും കുറച്ച് അനൗൺസ്മെന്റുകളുണ്ട്. ഇതാണ്
മിസ്സിയോ പ്രിലിംസിന്റെ 15ാമത്തെ ബാച്ച് ഒക്ടോബർ 12-ന് ആരംഭിക്കുകയാണ്. പുതിയ ബാച്ചിന്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഫാമിലീസിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കുമായിട്ട് അത് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെയാണ് സ്പർശിച്ചതെന്നുള്ള അതിന്റെ വോയിസ് എല്ലാവരും തന്നെ മറക്കാതെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓൺലൈനിൽ നടത്തപ്പെടുന്ന നമ്മുടെ കോഴ്സ് മിസ്സിയോ പ്രിലിംസിന്റെ കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമാണുള്ളത്. ഏകദേശം 32 ക്ലാസ് ഉള്ള നമ്മുടെ ഫുൾ മിസ്സിയോ കോഴ്സ് സെപ്റ്റംബർ 13 മുതൽ 18 വരെ മിസ്സിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. അതിനായിട്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ പറയാം, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. 9061954230. മറ്റൊരു നമ്പറുണ്ട് 9645228073. ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വരുന്ന നവംബർ മാസം 25 മുതൽ 30 വരെ വൈകുന്നേരം 5 മുതൽ രാത്രി 10 മണി വരെ മുംബൈ കല്യാൺ രൂപത കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ മിസ്സിയോ ടീം നയിക്കുന്ന ഫുൾ മിസ്സിയോ കോഴ്സ്, അതായത് കരിഗ്മ, നടത്തപ്പെടുന്നു. അതുപോലെ നവംബർ 4 മുതൽ 9 വരെ തൊടുപുഴ മുതലക്കോടം ഫൊറോന ദേവാലയത്തിൽ വെച്ച് 2ാം പ്രാവശ്യം മിസ്സിയോ കോഴ്സ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ടീം എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. മിസ്സിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളവര് ദയവായിട്ട് കുടുംബത്തോടെയും അല്ലാതെയും വരാവുന്നതാണ്. ജസ്റ്റ് നമ്മളുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലും മതാധ്യാപകർക്കും ഒക്കെ ആയിട്ട് മിസ്സിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്റെ അനുവാദത്തോടെ സംഘടിപ്പിക്കാനും മിസ്സിയോ ടീം അവിടെ എത്തി ആ കോഴ്സ് നടത്തുന്നതിനുമായിട്ട് നടത്തി തരുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് അറിയിക്കുക, കോണ്ടാക്ട് ചെയ്യുക. മിസ്സിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷ് ഇറങ്ങുന്ന ന്യൂസ് ലെറ്റർ ആണ്. അതിന്റെ മലയാളം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നാളത്തേക്ക് നമ്മുടെ ഇംഗ്ലീഷ് ന്യൂസ് ലെറ്ററും വരുന്നതാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ വൈൻഡ് അപ്പ് സെഷൻ ആയിട്ട് ആലിസുട്ടി ആന്റിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആലിസുട്ടി ആന്റി. തോമസുകുട്ടിയെ ക്ഷണിച്ചിരിക്കുന്നു കേട്ടോ മിസ്സിയോ ഭവനിലേക്ക്. ഞാൻ വരുന്നത്. ഒത്തിരി സന്തോഷം. ഇനിയിപ്പം കാർമലിയുടെ ഇതും ഷൈനിയുടെ സെഷനും തോമസിന്റെ ടെസ്റ്റിമണിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിനി ഒത്തിരി ഒന്നും പറയേണ്ടതില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഈ ആഴ്ചയില് 1-ലധികം പ്രാവശ്യം നമ്മളിത് ഈ ഇതൊന്ന് യൂട്യൂബിലൊന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നന്നായിരിക്കും. ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് to evangelize the participants, to make them or you resource people for trainers of evangelizers. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, കാരണം ഇംഗ്ലീഷ് പറഞ്ഞു പോയതാ കേട്ടോ, മലയാളത്തിൽ പറയും. നമ്മുടെ ലക്ഷ്യം, അതായത് ഈ ഒരു ഓൺലൈൻ കോഴ്സിലൂടെ, പ്രിലിമിനറി കോഴ്സിലൂടെ ഈ ഫുൾ കോഴ്സിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രിപ്പറേഷൻ. ഫുൾ കോഴ്സിലാണ് നമ്മളെ ഇവാഞ്ചലൈസ് ചെയ്യാൻ. അതായത് നേരത്തെ നമ്മൾ കേട്ടതാ കാർഡിനൽ സ്യൂനൻസ് ഒക്കെ പറഞ്ഞത്, കത്തോലിക്ക സഭയിൽ മാമോദീസ മുങ്ങിയവരെല്ലാം ക്രിസ്ത്യാനികളാണ്, ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻസ്, സാക്രമെന്റലൈസ്ഡ് ക്രിസ്ത്യൻസ്. പക്ഷെ അതിൽ ബഹുഭൂരിപക്ഷവും ഇവാഞ്ചലൈസ്ഡ് ആയിട്ടില്ല. ബാപ്റ്റൈസ്ഡ് കാത്തലിക്സ് ആയെങ്കിലും ഇവാഞ്ചലൈസ്ഡ് ക്രിസ്ത്യൻസ് ആയിട്ടില്ലെന്ന്. അപ്പം എല്ലാവരും ഈ ഒരു അടിസ്ഥാന സുവിശേഷ സന്ദേശം കേട്ട് ഇവാഞ്ചലൈസ്ഡ് ആയി കഴിഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഉദാഹരണങ്ങളൊക്കെ കേട്ടതാണല്ലോ, സമരക്കാരി സ്ത്രീ ഈശോയെ കണ്ടുമുട്ടിയപ്പോ കൊണ്ടോടിയില്ലേ, അതുപോലെ അന്ത്രയോസും യോഹന്നാനും ഫിലിപ്പോസും ഒരുപാട് പേരുടെ കഥകളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും നമുക്ക് അറിയാവുന്നതുമാണ്. അപ്പം നമുക്ക് ഇത്
ഈ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ 9 ആഴ്ചകളിലൂടെയുള്ള 9ാമത്തെ അടുത്ത ആഴ്ച 10 കൺക്ലൂഡ് ചെയ്യും ഉള്ള പ്രിപ്പറേഷനൊക്കെ. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ധാരാളം കാര്യങ്ങളുണ്ട്. അതായത് ഇതിനു വേണ്ടി ഈ ഒരു പ്രോജക്ട് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ശരിക്ക് കർത്താവെ എല്ലാ മനുഷ്യരും ഈ സത്യമനുഷ്യ അതിനെയൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? എന്തുമാത്രം മനുഷ്യ ഈശോയെ പറ്റി കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമില്ലാതെ ഇതുപോലെ ആ ദമ്പതികളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഗംഗാനദിയിൽ ഒഴുക്കിയതുപോലെയൊക്കെ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? കാർമിൽ പറഞ്ഞില്ലേ, കാർഡിനൽ ശിവനൻസ് പറഞ്ഞതാ, ആർക്കെങ്കിലുമൊക്കെ കാണാനും കേൾക്കാനും വായിക്കാനും മനസ്സിലാക്കാനുമുള്ള ഏക സുവിശേഷം നിങ്ങളുടെ ജീവിതമാകാം. അത് നിങ്ങളായില്ലെങ്കിൽ എങ്ങനെ അവരൊക്കെ ഈശോയെ അറിയും? അപ്പം ആ രീതിയിൽ ഇവരൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവരെല്ലാരും തോമസ് ശരിക്കും ആ കരിക്മ കോഴ്സും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് കർമ്മലിന്റെ കാര്യം കേട്ടല്ലോ. ശരിക്കും വന്ന് ഈ കോഴ്സ് കൂടിയതാണ്. തോമസ് കൂടി ഇതുപോലെ ഇവിടെ വന്ന് കോഴ്സ് കൂടിയതാണ്. ഷൈനിയും അലക്സിയും, ഷൈനിയുടെ ഹസ്ബൻഡ് അലക്സിയും ഞാനും ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് 27 കൊല്ലം മുമ്പ് 1997 ബോംബെയിൽ പോയി ഈ കോഴ്സ് കൂടിയത്. നമ്മളെ ഇനി ആശീർവദിക്കാനായിട്ട് വരുന്ന ഫ്രാൻസിസ് ഇലവത്തെങ്കിൽ അച്ഛൻ അച്ഛനാണ് നമ്മളിപ്പോ സീറോ മലബാർ സഭയുടെ എല്ലാമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. ബോംബെ ഞങ്ങൾ ചെന്നപ്പോ കല്യാൺ രൂപതയുടെ അന്ന് ജീസസിന്റെ ആനിമേറ്ററായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഈ കോഴ്സ് അവിടെയൊക്കെ പല ഗ്രൂപ്പുകൾക്ക് കൊടുത്തതാണ്. തട്ടിപ്പിതാവ് ശരിക്കും ഇതിന്റെ കൂടെ നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ജോയ് ആലപ്പാട്ട് പിതാവാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഈ ഒരു പ്രിലിമിനറി കോഴ്സിൽ 1ാമത്തെ വിസിയോ കോഴ്സിൽ അന്ന് 9 ആഴ്ചയായിരുന്നു മുഴുവൻ കൂടി, അതിന്റെ സബ് ഗ്രൂപ്പിലും കൂടി. ഇന്നിപ്പോ നമ്മുടെ പേരിലായിട്ടിരിക്കുകയാണ്. ഇവരെല്ലാം നമ്മോടൊപ്പം ഉണ്ട്. നമ്മള് ഇത് ഇങ്ങനെ ഏതാണ്ടൊരു പ്രത്യേക കോഴ്സായിട്ട് കൊണ്ടുപോയി നടക്കേണ്ടതല്ല, ചെയ്യേണ്ടതല്ല. നമ്മളായിരിക്കുന്നിടത്തെല്ലാം നമ്മളിലൂടെ ഇങ്ങനെ ഒഴുകേണ്ടതാണ്. സി പുണ്യാൻ പറഞ്ഞ കാര്യമൊക്കെ കാർമിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യു മേ യൂസ് വേർഡ്സ് എന്ന്. അതായത് എപ്പോഴും എന്നും എവിടെയും ബി ദ ഗോസ്പൽ, ഈശോ ആകുക, ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ്. സെയിന്റ് പോൾ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നു. അപ്പൊ ഷൈനിയോട് ചോദിച്ച പോലെ ഈസായി ആണോ എന്ന്, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ഈശോ പറഞ്ഞില്ലേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, നിങ്ങളെ കാണുന്നവർ ഈശോയെ കാണണം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ തന്നെ രൂപാന്തരപ്പെട്ട് അവർ ചോദിക്കുന്നവരോട്, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞല്ലോ, നിങ്ങൾ ആരോടും യേശുക്രിസ്തുവിനെ പറ്റി പറയരുത് അൺലെസ് യു ആർ ആസ്ക്ഡ് എന്ന്. നിങ്ങളോട് ചോദിക്കാത്തവരോട് പറയരുത്, പക്ഷേ നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ അവർക്ക് ചോദിക്കാൻ തോന്നണം. ആദ്യത്തെ മാർപ്പാപ്പായോ അത് തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങളുടെ പ്രത്യാശയെ പറ്റി നിങ്ങളോട് ചോദിക്കുന്നവരോട് ഉത്തരം പറയാൻ നിങ്ങൾ റെഡിമണിയായിട്ടിരിക്കണമെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലായി. ശരിക്ക് ഇന്നു മുതൽ ഒരുപാട് വഴികളുണ്ട്. നിങ്ങളുടെ കുടുംബത്തില്, ജീവിത സാഹചര്യത്തില് ശരിക്കും എന്റെ ജീവിതം ഈശോയുടെ ജീവിതമാകുമ്പോൾ നമ്മൾ ഇന്ന് ഈശോയെ തിന്നുകൊണ്ട്, യേശുകുർബാനയിൽ പങ്കെടുത്തുകൊണ്ട്, ബൈബിള് വായിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് ഓരോ ദിവസവും നമ്മൾ ഈശോ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ കാണുന്നവർക്കൊക്കെ ഈശോയെ അനുഭവിക്കാനാകത്തക്ക രീതിയിൽ നമ്മള് ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്. എവിടെയൊക്കെയാണോ പൗലോസ് പറഞ്ഞില്ലേ, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു പണിയേ ഉള്ളൂ. ഷൈനിയൊക്കെ പറഞ്ഞില്ലേ, ഇസ് ദ ഓൺലി ടാസ്ക്. പ്രധാനപ്പെട്ടതൊന്നോ ഇതൊന്നും അല്ല. സഭയുടെ അസ്തിത്വം തന്നെ ഇതിനു വേണ്ടിയാണ്. മാമോദിസ മുങ്ങിയവരെല്ലാം ബാപ്റ്റൈസ് ആൻഡ് സെന്റ് അപ്പോയിന്റ് ചെയ്തവരാണ്. നമുക്കിതിന് ഒഴികഴിവില്ല. നമ്മൾ ആയിരിക്കുന്നിടത്തൊക്കെ ഈശോയുടെ ജീവിതം ജീവിക്കണം. അപ്പൊ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാരും ഒരു റെസിഡൻഷ്യൽ കോഴ്സില് പങ്കെടുക്കുക തന്നെ വേണം കേട്ടോ. അതിനുള്ള പ്രിപ്പറേഷനായി ഈ കോഴ്സ്. അത് നിങ്ങളുടെ ഇടവകയിലോ നിങ്ങളുടെ നാട്ടിലോ നടത്തുകയോ അല്ലെങ്കിൽ വിശ്വഭവനോട് വന്ന് പങ്കെടുക്കുകയോ ആരെങ്കിലും നടത്തുന്നിടത്ത് പോയി പങ്കെടുക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും സുവിശേഷ പ്രഘോഷകർ മാത്രമല്ല, സുവിശേഷ പ്രഘോഷകരെ പരിശീലിപ്പിക്കുന്ന പരിശീലകരാകുകയും കൂടെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ മറക്കാതെ ലോക സുവിശേഷവൽക്കരണത്തിന് കർത്താവ് ചോദിക്കുന്നത്, ഞാൻ ആരെ അയക്കും?
ആരെനിക്കായിട്ട് പോകും, ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ദൗത്യത്തിനായിട്ട് നമ്മെ തന്നെ അയക്കാം, സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഫ്രാൻസിസ് അച്ഛന്റെ മെസ്സേജും അച്ഛന്റെ ആശീർവാദവും ഒക്കെ മേടിച്ച് നമുക്ക് ഇതിനു വേണ്ടി നമ്മളെ തന്നെ അയക്കാം. ആമേൻ. ഒത്തിരി സന്തോഷം. താങ്ക് യു അലിസുട്ടി ആന്റി. നമുക്കായിട്ട് ക്ലോസിംഗ് മെസ്സേജും നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് ഫ്രാൻസിസ് എളവത്തുങ്കൽ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛാ. കേൾക്കാവോ? യെസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള അലീസുട്ട് ആന്റി, സ്നേഹമുള്ള തോമച്ച, ബാക്കി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് കൂടെ ഈ സായാഹ്നത്തിലായിരിക്കുന്നതിൽ. ഞാനിങ്ങനെ 5 ചിന്തകൾ വളരെ ഷോർട്ടായിട്ട് പങ്കുവെക്കാന്ന് വിചാരിക്കുവാണ്. 5 മിനിറ്റ് കൂടുതൽ ഞാൻ എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുക. ഒന്നാമത്തേത്, ഈ സുവിശേഷ പ്രഘോഷണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ ചിന്ത. ഏതെല്ലാം തരത്തിലാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഇന്ന് വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഈ ദിവസങ്ങളിലൊക്കെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ഞാനതിനെ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ഇന്ന് നമ്മൾ അവസാന ഭാഗത്തും കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടു, നമ്മുടെ ജീവിതമാണ് സുവിശേഷം. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ കാണുന്നവർ 5ാമത്തെ സുവിശേഷം വായിക്കാൻ ഇടവരണം. രണ്ടാമത്തെ ഒരു ചിന്ത, പ്രത്യേകിച്ച് എക്ലേസിയ ഇൻ ഏഷ്യ എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുറിച്ചിട്ട ആ ഒരു വാക്ക്, വിസ്പർ ടു പേഴ്സൺ, വ്യക്തികളുടെ ചെവിയിൽ മന്ത്രിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വിസ്പർ ടു പേഴ്സൺ, ഓരോ വ്യക്തികളുടെയും ചെവികളിൽ സുവിശേഷം മന്ത്രിക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു മെത്തഡോളജി ആയിരിക്കാം വളരെയധികം ഫലപ്രദവും നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതും. നമ്മൾ ഏത് മേഖലയിലുള്ള വ്യക്തിയായിരുന്നാലും നമ്മൾ ആരെങ്കിലുമൊക്കെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. അവരുടെ ചെവിയിൽ കർത്താവായ യേശുക്രിസ്തു ഞാൻ യേശുവിനെ കണ്ടുമുട്ടി, കർത്താവിന്റെ രക്ഷ ഞാൻ അനുഭവിച്ചു, ആ ഒരു സന്തോഷവും സ്നേഹവും എനിക്ക് പങ്കുവെക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അത്രമാത്രം ഇഷ്ടത്തോടുകൂടി ഞാൻ പങ്കുവെക്കുന്നു എന്ന് സമറിയക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ പറയാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് വിസ്പർ ടു പേഴ്സൺസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, അതിന് സാധ്യതയുള്ളവർ, കഴിവുള്ളവർ, ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചിട്ടുള്ളവരൊക്കെ പുരമുകളിൽ കയറി നിന്ന് പ്രഘോഷിക്കുക, പ്രൊക്ലെയിം ഫ്രം ദ റൂഫ് ടോപ്പ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഞാനതിനെ ഒന്ന് 3ആയിട്ട് കൃത്യമായിട്ട് തരംതിരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഈ കോഴ്സിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. എനിക്ക് എൻ്റെ ജീവിതം സുവിശേഷമാക്കി മാറ്റിക്കൊണ്ടുള്ള ജീവിതമാണോ, മറ്റുള്ളവരുടെ ചെവിയിൽ മന്ത്രിക്കാൻ പറ്റുന്നതാണോ, പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കാൻ പറ്റുന്നതാണോ? ഈ 3 അവസ്ഥകളിലും ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി കർത്താവിനെ പ്രഘോഷിക്കും എന്നൊരു തീരുമാനം ഇന്ന് നമുക്ക് കൈക്കൊള്ളാം. രണ്ടാമത്തെ ഒരു ചിന്ത, നമുക്കറിയാം സുവിശേഷ പ്രഘോഷണം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഏതെല്ലാം തലങ്ങളിലാണ് ഇത് സാധ്യതയുള്ളത്? ഒന്നാമത്തേത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും, സുവിശേഷം ഇന്നുവരെ കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കുക. ആദ്യകാലത്തെ എല്ലാ ഡോക്യുമെന്റുകളും പറയുന്നത് മിസിയോ ആദ് ജന്തസ് എന്നുള്ളതാണ്. മിസിയോ ആദ് ജന്തസ്, അതായത് ജനതകളോടുള്ള സുവിശേഷ പ്രഘോഷണം, ഇതുവരെ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ജനതകളോടുള്ള സുവിശേഷ പ്രഘോഷണം. രണ്ടാമത്തെ നമുക്കറിയാം, അത് 2 വാക്കുകളിൽ റീ എവഞ്ചലൈസേഷൻ എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ന്യൂ എവഞ്ചലൈസേഷൻ എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വാക്കാണ്. അത് നാമമാത്രമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, മാമോദിസ സ്വീകരിച്ചു പക്ഷേ വേണ്ടത്ര വിശ്വാസത്തിൽ ആഴപ്പെടാതെ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സുവിശേഷ പ്രഘോഷണമാണ്. അങ്ങനെ നമ്മുടെ ചുറ്റും ഒരുപക്ഷെ ആളുകളൊക്കെ ഉണ്ടാവാം. അവരെയും നമ്മൾ ഈ കർത്താവിന്റെ സുവിശേഷത്തിൽ അവരെ വീണ്ടും നവീകരിച്ച് വിശുദ്ധീകരിച്ച് കർത്താവിന്റെ മക്കളാക്കി മാറ്റുക എന്ന ദൗത്യം നമുക്കുണ്ട്. മൂന്നാമത്തേത് നമുക്കറിയാം, നമ്മളൊക്കെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. നമ്മൾ ഓരോ ദിവസവും കൂടുതൽ ശക്തമായിട്ട് ആ ജീവിതത്തിന്റെ ആ ഒരു കാര്യത്തിൽ ആഴപ്പെടണം. പാസ്റ്റൽ കെയർ എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്ത. അപ്പൊ നമുക്ക് ഈ 3 തലത്തിലും നമ്മെ കൂടുതൽ എന്താ പറയുക, ഇഷ്ടത്തോടു കൂടെ, ഊർജ്ജസ്വലതയോടുകൂടെ ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ അടുത്തും, സുവിശേഷം കേട്ട് വിശ്വാസം വന്നിട്ടും അതിൽ ആഴപ്പെട്ട് ജീവിക്കാത്തവരുടെ അടുത്തും,
പിന്നെ ജീവിക്കുന്നവരെ കൂടുതൽ നവീകരിക്കാനും ഈ 3 ചിന്തകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. മൂന്നാമത്തേത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ സഭയുടെ അസംബ്ലി കഴിഞ്ഞ മാസം ഓഗസ്റ്റ് അവസാന ദിവസങ്ങളിൽ നടന്നതായിട്ട് നിങ്ങൾക്കറിയാം. ആ അസംബ്ലിയിൽ ചിന്തിച്ച 3 വിഷയങ്ങളിൽ ഒരെണ്ണം സ്ട്രെങ്തനിങ് ദ ലേ ഫെയ്ത്ത്ഫുൾ ഫോർ ഇഫക്റ്റീവ് പാസ്റ്റ് പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ എന്നുള്ളതായിരുന്നു. അതായത് അൽമായ വിശ്വാസികളെ കൂടുതൽ ശക്തമായിട്ട് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഒരുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ, അതിന്റെ നന്മകളെ അംഗീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്. ഇനി സുവിശേഷവൽക്കരണത്തിനായി തന്നെ ഒരു ലേ ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ആവശ്യമെന്ന് കണ്ടെത്തി അവിടേക്ക് സഭയുടെ നിയോഗത്തോടു കൂടി തന്നെ അയക്കപ്പെടുകയും അവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടം ദീർഘമാകാം, ചെറുതാകാം. ആ കാലഘട്ടം അവിടെ സുവിശേഷം പ്രഘോഷിക്കാനുമായിട്ടുള്ള അവസരം അൽമായർക്ക് ഒരുക്കുകയും ചെയ്യുക എന്ന് തുടങ്ങി ഒരു 10-100ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് തുറന്നു കിട്ടാൻ പോകുന്ന വലിയൊരു വാതില്, പൗലോസ്ലീഹ പറയുന്നത് പോലെ ഒരു വാതില് ഒരാൾക്കും അടയ്ക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ വാതില് കർത്താവ് തുറക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. നമുക്ക് അതിന്റെ ഭാഗമാകാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഭാഗമാകുമ്പോൾ തമ്പുരാൻ നമ്മെ വഴി നടത്തും. തമ്പുരാൻ നമുക്ക് ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതം വഴി ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് നിങ്ങളോട് പ്രത്യേകം ക്ഷണിക്കാനുള്ളത്, നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് തൻ്റെ സമയവും കഴിവുകളും ഒക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അവരൊക്കെ മാനസികമായിട്ടൊന്ന് ഒരുങ്ങുക. ഞാൻ ഏത് ദൗത്യത്തിലാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഏത് ദൗത്യത്തിലാണ് ഞാൻ ഇൻവോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് ഒരുങ്ങിയിരിക്കുക. നാലാമത്തെ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് എന്ന് പറയുന്ന അതിന്റെ കീഴില് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു ടീം, 10 മെത്രാന്മാരും ഒരു 12ഓളം അച്ഛന്മാരും പിന്നെ കുറച്ച് അൽമായരും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങില് വളരെ ശക്തമായിട്ട് 3 ദിവസത്തെ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു. ഏഷ്യ ആണ് സുവിശേഷവൽക്കരണത്തിന്റെ ഒരു വലിയ സാധ്യതയായിട്ട് മാർപ്പാപ്പന്മാർ അവസാന കാലഘട്ടത്തിൽ, 20-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 3-ാം സഹസ്രാബ്ദം ഏഷ്യയുടെ പ്രത്യേകമായിട്ടുള്ള സുവിശേഷവൽക്കരണ സഹസ്രാബ്ദമായിട്ട് തന്നെ മാർപ്പാപ്പന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ചിന്തയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഏഷ്യയിലെ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ മാത്രമാണ് 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം എത്തിയത് എന്നുള്ളതാണ് ഒരു കാൽക്കുലേഷൻ. അത് മുഴുവൻ സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. തോമസ് ലീഹ ഇപ്പോഴത്തെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനത്തിലും അതുപോലെ ശ്രീലങ്കയിലൊക്കെ പോയെന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് മുഴുവൻ കടക്കുന്നില്ല. ഞാൻ പറയേണ്ട ആഗ്രഹിച്ചത്, നമുക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയതാണ് ഈ കേരളത്തില് ഇത്രമാത്രം ക്രിസ്ത്യാനികള് 1-ാമത്തെ നൂറ്റാണ്ട് മുതൽ സുവിശേഷം കേട്ടവരും അതനുഭവിച്ചവരൊക്കെ ആയിട്ടുള്ളവരുടെ ഒരു വലിയ സമൂഹം ഉണ്ടാകാനായിട്ട് വന്നത്. അപ്പൊ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു ചിന്തയിൽ കുറച്ചും കൂടി ഒന്ന് ആഴപ്പെടണം. അപ്പോൾ അത് നമുക്കറിയാം, അതിനൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നുള്ളതാണ്. ഞാൻ നമ്പറുകൾ പറയുന്നത് തെറ്റിദ്ധരിക്കാനായിട്ട് ഇടവരരുത്. ചില നമ്പറുകൾ ഞാൻ പറയേണ്ട ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, 2.5% മാത്രം ക്രിസ്ത്യാനികളുള്ള ഈ ഭാരതത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എന്ന് വെച്ചാൽ നമ്മളൊരു 10-20 വർഷം ഇതിനു വേണ്ടി പരിശ്രമിച്ചാൽ എത്ര ശതമാനം കൂടി കൂട്ടാൻ ശ്രമിക്കാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കത്തോലിക്കരും ഒരാളോടെങ്കിലും സുവിശേഷം പ്രഘോഷിച്ചാൽ, ഈച്ച് വൺ ക്യാച്ച് വൺ എന്നുള്ള ആ ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരാളോടെങ്കിലും സുവിശേഷം പ്രഘോഷിച്ചാൽ ഇതിന്റെ ഇരട്ടിയാവും. അത് നമ്മൾ 2, 3, 5 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ മടങ്ങുകൾ കൂടുമെന്നുള്ളത് അറിയാം. അപ്പം ഞാൻ വെറുതെ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നു, 200 പേരെയെങ്കിലും സ്വാധീനിക്കാൻ, സുവിശേഷ ജീവിതത്തിലേക്ക് സ്വാധീനിക്കാൻ നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നമുക്ക് പറ്റുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത 100 പേരോടെങ്കിലും സുവിശേഷം പറയാൻ എനിക്ക് സാധിക്കുമോ?
നമ്പറുകൾ വളരെ കുറച്ചാണ്, ബേസിക് ആയിട്ടുള്ള നമ്പറുകളാണ്. ഇതിൽ കൂടുതലൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പിന്നെ തമ്പുരാൻ വഴി വാതിൽ തുറക്കും എന്നുള്ളതാണ്. ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം എത്ര പേർക്ക് മാമോദിസ കൊടുക്കാൻ പറ്റുമെന്ന കാര്യം കൂടി ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ദൗത്യം കർത്താവിനെ പറ്റി പറയുക എന്നുള്ളതാണ്. മാമോദിസയുടെ കാര്യം കർത്താവിന്റെ ദൗത്യമാണ്. കർത്താവ് അത് ചെയ്തുകൊള്ളും. കാരണം നമുക്കറിയാം സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട് മാനസാന്തരം എന്നുള്ളത് കർത്താവിന്റെ പണിയാണ്. കൺവേർഷൻ ഓഫ് ഹാർട്ട്സ് അത് കർത്താവ് ചെയ്യും. ആ മാനസാന്തരം ലഭിച്ചവരെ തീർച്ചയായിട്ടും മാമോദീസയിലേക്ക് കടന്നു വരികയും ചെയ്യും. അപ്പൊ ഈ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഇതൊരു ബേസിക് നമ്പറാണ്, ഇതിന്റെ താഴേക്ക് വരാൻ പാടില്ല, മുകളിലേക്ക് പോകാനേ പാടുള്ളൂ എന്ന് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഒരു ചിന്തയെ സ്വന്തമാക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ അവസാന ചിന്തയിലേക്ക് വരുമ്പം പറയാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം, നമ്മുടെ ഒരു മിസിയോ നമ്മുടെ ഈ ഒരു കാര്യത്തില് നമ്മുടെ ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എടുത്ത ഒരു തീരുമാനം, നമ്മൾ മിഷൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ നടത്താറുണ്ട്. ഈ കോമ്പറ്റീഷനുകളൊക്കെ നടത്തുന്നത് ഒരു അവസരമാക്കി എടുക്കുകയാണ് സുവിശേഷം പഠിക്കാനായിട്ട് ഉള്ള ഒരു അവസരമായിട്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഈ മിഷൻ ക്വസ്റ്റില് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ കർത്താവിന്റെ സുവിശേഷത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എവഞ്ചേലിയ നുൻഷ്യാന്തി എന്ന് പറയുന്ന ഡോക്യുമെന്റ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വത്തിക്കാൻ കൗൺസിലിന് ശേഷം പോളാറാമൻ മാർപ്പാപ്പ സുവിശേഷവൽക്കരണത്തെ പറ്റി എഴുതിയിട്ടുള്ള എവഞ്ചേലി നുൻഷ്യാന്തി സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ്. അതൊരു പക്ഷേ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി എഴുതപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പൊ അത് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ കെരിഗ്മ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ പലരും പഠിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല, ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ആളുകളുടെ എണ്ണം കൂടിയിട്ട് പ്രത്യേകിച്ച് ഇതുകൊണ്ട് നന്മയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത് വഴിയായി ഈ എവഞ്ചേലി നുൻഷ്യാന്തി സാധാരണക്കാരെ കൂടെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നടത്തപ്പെടുന്ന ഈ ക്വിസ് കോമ്പറ്റീഷൻ ഡിസംബർ 7-ാം തീയതി എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പൊ പോകുന്നത്. നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഇടയിൽ എവഞ്ചേലി നുൻഷ്യാന്തിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുവാണ്. അവര് ഈ ക്വിസ് കോമ്പറ്റീഷന്റെ സഹായികളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായാൽ നല്ലതാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം തനിയെ ഈ ജോലികളെല്ലാം തനിയെ ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾ ആരും പറയണ്ട, പേഴ്സണലായിട്ട് എന്നോട് പിന്നെ പറഞ്ഞാൽ മതി. ഞാൻ കാരണം പിന്നെ ആളാരാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് പരസ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ഡിമാൻഡ് ആവും. അപ്പൊ അത് പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്ക് നിങ്ങളെയും കൂടി പാർട്ടാക്കിക്കൊണ്ട് നമുക്കത് നടത്താനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമുക്ക് സഭയിൽ ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടുന്നു. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാം. മിസിയോ നടത്തുന്ന ഈ കെരിഗ്മ കോഴ്സ് ഇനി വീണ്ടും ബോംബെയിൽ നടത്തപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു. വളരെ സന്തോഷമാണ് ആ വാർത്ത കേൾക്കുന്നത്. ഇനി അതുപോലെ നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടത്തപ്പെടട്ടെ. ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം പറയുവാനായിട്ട് ഇടവരട്ടെ. അങ്ങനെ കർത്താവ് കൽപ്പിച്ച നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക, വിശ്വസിക്കുന്നവർക്ക് മാമോദിസ കൊടുക്കുക എന്ന് പറയുന്ന ആ കമാൻഡ്മെന്റ് നമുക്ക് ജീവിതത്തിൽ അന്വർത്ഥമാക്കാം. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദ പ്രാർത്ഥന. കാരുണ്യവാനായ കർത്താവെ, അവിടുത്തെ മുമ്പിലാണല്ലോ ഞങ്ങള് പാപികളും ബലഹീനരുമായി ഞങ്ങളെ അവിടുന്ന് വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുക എന്നതിനേക്കാൾ വലിയ ദൗത്യം ഈ ലോകത്തിൽ ഇല്ല സഭയ്ക്ക് എന്ന് സഭ പല പ്രാവശ്യം ഏറ്റുപറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളത് ഏറ്റുപറയുന്നു. കർത്താവെ, എളിയവരും പാപികളും ബലഹീനരുമായ ഞങ്ങളെ അവിടുത്തെ ഈ വലിയ ദൗത്യം അവിടുന്ന് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളിലൂടെ അവിടുന്ന് നിവർത്തിതമാക്കാൻ ആഗ്രഹിക്കുന്ന ആ വലിയ സ്വപ്നം, ഈ ലോകത്തിൽ എല്ലാവരും സുവിശേഷം കേൾക്കുക എന്ന ആ സ്വപ്നം, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ അതിനവിടുന്ന് ചിറക് നൽകണമേ. സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുന്ന ആ വലിയ സ്വപ്നം അത് നിവർത്തിതമാക്കാൻ അവർ ഇറങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന തടസ്സങ്ങളിൽ അവിടുന്ന് തന്നെ കൂട്ടായിരിക്കണമേ കർത്താവെ. എല്ലാ പ്രതിബന്ധങ്ങളെയും എടുത്തു മാറ്റി പൈശാചികമായിട്ടുള്ള ശക്തികളുടെ വലുപ്പങ്ങളുടെ അവരുടെ ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അതിൽ നിന്നും ഞങ്ങൾക്ക് കരുത്തും സുരക്ഷിതത്വവും നൽകി ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തമ്പുരാനെ,
അവിടുന്ന് ഈ സമയം ഞങ്ങളുടെ മേൽ കരം നീട്ടണമേ. കണ്ണിലുണ്ണി പോലെ ഞങ്ങളെ കാക്കണമേ. അവിടുത്തെ ഉള്ളംകൈയിൽ ഞങ്ങളെ താങ്ങണമേ. അവിടുത്തെ മക്കളായി ഞങ്ങൾ വളർത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അഭിഷേചിക്കണമേ. ഞങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തെ വേണ്ടത്ര വിധത്തിൽ പ്രോജ്വലിപ്പിക്കാതെ നടന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ അവിടുന്ന് വന്ന് നിറയണമേ. ഞങ്ങളെ അവിടുന്ന് ഏറ്റവും നല്ല സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, സുവിശേഷം ആദ്യമായി സ്വീകരിച്ചവളാണല്ലോ നീ. കർത്താവിന്റെ ആ ശരീരത്തെ ഉള്ളിൽ സ്വീകരിച്ച, കർത്താവിന്റെ ആത്മാവ് ശരീരത്തിൽ സ്വീകരിച്ച നിന്നെ പോലെ ഞങ്ങളും നിന്റെ ദൈവാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ പേറുന്നവരായി മാറുവാൻ, കർത്താവിന്റെ വചനത്തിന്റെ ഉപാസകരായി മാറുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നാളെ ഞങ്ങള് ജനനത്തിരുന്നാൾ നിന്റെ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ, നിനക്ക് ഞങ്ങൾ ജന്മദിന സമ്മാനമായി നൽകുന്നത് ഞങ്ങളുടെ ഒരുക്കത്തെയും ഞങ്ങളുടെ ആഗ്രഹത്തെയുമാണെന്ന് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പിതാവേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമസ് ലീഹായെ, ഭാരതത്തിലേക്ക് കടന്നു വന്ന് സുവിശേഷം പ്രഘോഷിച്ച ഫ്രാൻസിസ് സേവ്യറെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകുവാൻ കർത്താവിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടെ, സുവിശേഷ പ്രഘോഷത്തിലുള്ള നമ്മുടെ മോഹത്തോടു കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. താങ്ക് യു. സന്തോഷം. വലിയ സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ് കേട്ടോ. നാളത്തെ ഹാപ്പി ബീച്ച് കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ബീച്ച്. യെസ് ഫീസ്റ്റിന്റെ മംഗളങ്ങൾ. യെസ്, സന്തോഷം. താങ്ക് യു അച്ഛാ. നമുക്ക് എല്ലാവർക്കും അച്ഛന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷകൾക്ക് വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഓർക്കാം. നമുക്ക് നന്ദിയുടെ ഒരു ഗാനം നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ.